പിൻട്രസ്റ്റ് ട്രെൻഡ് ആയിട്ടുള്ള സാധനങ്ങൾ പുതിയതായിട്ട് വന്ന ഷെയ്ഡ് ഇതൊക്കെയാണ്. എന്നിട്ട് മൂക്കുത്തി കാണിച്ചോട്ടെ. ഡെനിമിന്റെ തന്നെ ഫുള്ള് ലോങ് ആയിട്ട് വരുന്നുണ്ട്. 840 തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. ഇമ്പോർട്ടഡ് ആണ് കേട്ടോ ഈ ഇരിക്കുന്ന ഷൂസ് അല്ലേ? ഇത് ഞങ്ങളുടെ ഓൺ ബ്രാൻഡ് തന്നെ, പാന്തർ എന്ന് പറയും. ഇത് നിങ്ങളുടെ ബ്രാൻഡ് ഞങ്ങളുടെ സ്വന്തം ബ്രാൻഡാണ്. കസ്റ്റമേഴ്സിന്റെ ടേസ്റ്റ് അനുസരിച്ചാണ് നമുക്ക് കൂടുതലും കളക്ഷൻസ് ഇവിടെ ഇറക്കിയേക്കണത്. ഇപ്പൊ എല്ലാരും ചോദിച്ചു വരുന്ന ഒരു സംഭവമാണ് ലിനൻ പാന്റ്. ചുള്ളൻ ചക്കന്മാര് ചുള്ളനാവാൻ വേണ്ടിട്ട് ചോദിച്ചു വരുന്ന ഷെയ്ഡുകൾ. ഇതൊക്കെ നമുക്ക് മൽച്ചന്തേരിയിൽ വരുന്ന ഒരു കളക്ഷൻ ആണ്. ഫോർമൽ ഷർട്ട് പ്ലെയിൻ കളേഴ്സ് ആണ് ഇരിക്കുന്നത്. പാർട്ടിസിനൊക്കെ പോകുമ്പോൾ നമുക്ക് ഇതിന്റെ ഒരു ഷോർട്സ് ഒക്കെ അടിച്ചു പോകണമെങ്കിൽ വേറെ മൂഡായിരിക്കും. വെൽവെറ്റ് ടച്ച് എന്നൊക്കെ പറയും. ഡിഫറെന്റ് ആയിട്ടുള്ള ഫ്ലോറലില് നല്ല നല്ല മെറ്റീരിയലും ടൈപ്പാണ്. എവിടെയും കിട്ടാത്ത കുറെ അധികം കളേഴ്സ് നമുക്ക് വന്നിട്ടുണ്ട്. ഫുൾ സെക്ഷൻ കാണുന്നത് മൊത്തം ഡെനിമിന്റെ ഷർട്ട്സ് ആണ്. ഇതും പാന്തർ അല്ലേ? ഇതും പാന്തറാണ്. പാന്തർ ബ്രാൻഡ് കേട്ടോ, ഇവരുടെ ഓൺ ബ്രാൻഡ് തന്നെയാണ് വരുന്നത്. ഡബിൾ പോക്കറ്റ് നമുക്ക് മാത്രം കൂടുതൽ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. വിത്ത് ജാക്കറ്റ് അടക്കം വരുന്നത് അല്ലേ? എവിടെയും കാണാത്ത ഒരു മോഡൽ, എവിടെയും കാണാത്ത ഒരു ഡിസൈൻ, 2 പോക്കറ്റ് വരെ വരുന്നുണ്ട് അല്ലേ? ഇതൊരു ട്രെൻഡിങ് ആയിട്ടുള്ള പിൻട്രസ്റ്റ് സാധനമാണ്. ഇതാവുമ്പോ നമുക്ക് ലിനന്റെ ഷർട്ട്, അത് ഇങ്ങനെ നമ്മൾ വിട്ടുപോയി. ഇത് ഇങ്ങനെ വേണമെങ്കിലും ഇടാം, ഇങ്ങനെ വേണമെങ്കിലും ഇടാം. ഇതിലൊക്കെ കോമ്പിനേഷൻ എന്ത് കൊടുക്കാൻ പറ്റും നമുക്ക്? ഇതിന്റെ സെയിം വെയിറ്റ് ആണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. കണ്ടോ, പ്രീമിയം പോലെ ഇരിക്കണെങ്കിലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. 2 ചൂസ് ചെയ്യാനായിട്ട് എന്നോട് പറയുകയാണെങ്കിൽ അഫ്കോഴ്സ് ഞാൻ എടുക്കുന്നത് ഇതായിരിക്കും. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു പിൻട്രസ്റ്റ് സ്റ്റൈലിലുള്ള ഡ്രസ്സുകൾ, അതും ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ ഇമ്പോർട്ടഡ് ഐറ്റംസ്. പക്ഷേ ഇമ്പോർട്ടഡ് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താ റേറ്റ് കൂടുതലായിരിക്കും. അങ്ങനെയല്ല, നമുക്ക് ബഡ്ജറ്റായിട്ട് ഒതുങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ ഈ ഒരു പണി കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇപ്പോൾ എവിടെ നോക്കിയാലും ഈ പാലം പണി ഇതൊക്കെ തന്നെയാണ്. ഇത് നമ്മൾ നിൽക്കുന്നത് അരൂര്, ആലപ്പുഴയിലുള്ള അരൂര്. ശരിക്കും അരൂർ എന്ന് പറയുമ്പോൾ നമുക്ക് എറണാകുളം ബോർഡർ കഴിഞ്ഞിട്ട്, എറണാകുളം ആലപ്പുഴ ബോർഡറിലായിട്ടാണ് നിൽക്കുന്നത്. അരൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് കുറച്ചുകൂടി ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെയും പില്ലർ നമ്പർ വന്ന് തുടങ്ങിയിട്ടാണ്. പില്ലർ നമ്പർ P21, ഇവിടെ ആണെങ്കിൽ P20. അപ്പോൾ ഈ പില്ലർ നമ്പർ P20യും അതുപോലെ തന്നെ P21 രണ്ടിനും നടുക്കിലായിട്ടാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ ഷോപ്പിൻ്റെ പേര് വരുന്നത് ഡെസ്റ്റിനേഷൻ ക്ലോത്തിങ് ഷോപ്പ്. കാണുമ്പോൾ നല്ല അടിപൊളിയില്ലേ, പിൻട്രസ്റ്റ് പോലെ തന്നെ ഷോപ്പിൻ്റെ ലുക്ക്, അതേപോലെ തന്നെ ഉള്ളിലത്തെ കളക്ഷൻസും, അതും ലേഡീസും ജെൻസും കിഡ്സിൻ്റെ എല്ലാ ഐറ്റംസും. പക്ഷേ പോക്കറ്റ് കാലിയാവാണ്ട് നമുക്ക് നല്ല രീതിയിൽ നല്ല എഫോർട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള കളക്ഷൻസ് നമുക്ക് ഇവിടെ കിട്ടും. ഷോപ്പിൻ്റെ സമയം അതൊക്കെ നമുക്ക് പറയാം. എന്തായാലും നമുക്ക് അറിയാലോ, നമ്മുടെ ആലപ്പുഴ വരാൻ പറ്റാത്തവർക്കാണെങ്കിൽ നമുക്ക് ഓൺലൈൻ ഫെസിലിറ്റീസും ഉണ്ട് കേട്ടോ. എന്താ അടിപൊളി കളക്ഷൻസ്. ഇപ്പുറത്തെ സൈഡാണെങ്കിൽ മൊത്തം ലേഡീസിൻ്റെയും കിഡ്സിൻ്റെ ഐറ്റംസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ആണെങ്കിൽ നമ്മുടെ ജെൻസിൻ്റെ, അതും വെറൈറ്റി ഷർട്ടുകൾ, പാൻറ്റുകൾ, അങ്ങനെ ഒരു രക്ഷയില്ല. കണ്ട ഇവരുടെ ഡമ്മീസൊക്കെ ഉണ്ടാകും. എന്തായാലും നമുക്ക് കയറി നോക്കിയാലോ. ഡെസ്റ്റിനേഷൻ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല സ്പേസ് എടുത്തിട്ട് ഈ സൈഡ് ഫുൾ കാണുന്നത് മൊത്തം ജെൻസിൻ്റെ. അപ്പോൾ ലേഡീസിൻ്റെ എവിടെയാ? ലേഡീസിൻ്റെയും കിഡ്സിൻ്റെ ഒക്കെ അപ്പുറത്തുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ച് നോക്കിയിട്ട് ഇവിടുന്ന് എത്തിച്ച് നോക്കിയിട്ട് പോവാം. ഇവിടെയാണ് നമ്മുടെ ലേഡീസിൻ്റെയും കിഡ്സിൻ്റെയും ഒരു സെക്ഷൻ വരുന്നത്. എന്തായാലും നമുക്ക് ഇവിടെ ആരെങ്കിലുമൊക്കെ കിട്ടണ്ട, എന്നിട്ട് വേണം നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ട്. അപ്പോൾ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ വെറും ഡെസ്റ്റിനേഷൻ അല്ല, നമുക്ക് കിട്ടാത്ത ഐറ്റംസൊക്കെ നമുക്ക് ഈ ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ കിട്ടും. ഈ ഏരിയയിലല്ല, ഈ ഷോപ്പിൽ. അപ്പോൾ നമുക്ക് ആരെങ്കിലും ഒന്ന് കിട്ടണോ? ഇവിടുത്തെ മുതലാളി ബില്ലിംഗ് സെക്ഷനിൽ ഒരാൾ നിൽക്കല്ലേ, ഇരിക്കുക ചെയ്യണേ. ഹായ്, എന്താണ് വിശേഷം? സുഖമാണോ? ഡെസ്റ്റിനേഷൻ. അപ്പോൾ ഞങ്ങൾ കറക്റ്റ് സ്ഥലത്താണ് വന്നിക്കണേ. അതെ, എന്തായാലും ഈ മൈക്കൊന്ന് വെക്കുന്നത്, ഒന്ന് ഇറങ്ങോ? അടിപൊളി ആയിട്ടല്ലോ ഈ മൈക്ക്. ഒന്ന് ഞാൻ വെച്ചോട്ടെ. എന്താ പേര്? ഷഹീൻ. ഹായ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരുപാട് ഐറ്റംസ് ഒക്കെ കാണുന്നുണ്ട്. ഒക്കെ ജെൻസിൻ്റെ നല്ല ഇപ്പോഴത്തെ ട്രെൻഡായിട്ട് യോയോ സ്റ്റൈലിലുള്ളതും ഫോർമൽ ആയിട്ടുള്ളതും. അതിനെ കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുക. എന്താണ് ഈ ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്? ഇപ്പോൾ നമുക്കിപ്പോൾ പുതിയതായിട്ട് അവൈലബിൾ ആയിട്ടുള്ള 5 സ്ലീവ്സ് ഉണ്ട്, ഫ്ലോറൽ പ്രിന്റിന്റെ തന്നെ ഹാഫ് സ്ലീവ് ഉണ്ട്. ഓക്കെ, എന്തായാലും ഇവിടെ എനിക്ക് ആകെ ചോദിക്കാനുള്ളത്, ഇവിടെ യോയോ അതുപോലെ തന്നെ ഫോർമൽ ആയിട്ടുള്ള എല്ലാ ഐറ്റംസ് ഉണ്ടോ? ഇവിടെ യോയോ ഉണ്ട്, ഫോർമൽ ആയിട്ടും ഉണ്ട്, ഫാമിലി കസ്റ്റമർ ആയിട്ടുള്ള എല്ലാവിധ ആൾക്കാർക്കുള്ള സാധനമുണ്ട്. ഒരു സാധാരണക്കാർക്കും കയറി വരും. പുറമേന്ന് കാണുമ്പോൾ ഇത് വലിയൊരു ഷോപ്പായിട്ട് ഫീൽ ചെയ്യും. ഉള്ളിൽ കയറിയാലും നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ് തോന്നും. പക്ഷെ ഇതുപോലെ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ എടുത്ത് വരുമ്പോൾ നമുക്ക് ആ റേറ്റും ഒക്കെ നമുക്ക് ഒതുങ്ങുന്ന റേറ്റ്. അപ്പോൾ ടീഷർട്ടിനൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിങ് റേറ്റ് ഒക്കെ എത്ര വരും? ടീഷർട്ട് 5 സ്ലീവ്സ് ഒക്കെയാണ് സ്റ്റാർട്ടിങ് ഇപ്പോൾ 699 തൊട്ടുണ്ട്, പിന്നെ 399 തൊട്ടുണ്ട്. അത് നോർമൽ ടീഷർട്ട് 399 തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു. കണ്ടോ, അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, പുറമെ കാണുന്ന പോലെ അല്ല, നമുക്ക് സിമ്പിൾ ആയിട്ട് കയറി വരികയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് പോക്കറ്റിൽ ഒതുങ്ങാവുന്ന പോലെ മേടിച്ച് പോവാം. നമുക്ക് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം? നമുക്ക് ഈ അറ്റത്തുനിന്ന് പിടിച്ചാലോ? ജീൻസ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട ഒരു സെക്ഷൻ തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ എവിടെയും കാണാത്ത ഒരു ഷെയ്ഡ്സ് എനിക്ക് ഇവിടെ കാണുന്നുണ്ട്.
അല്ല നോർമൽ അല്ലാത്ത കുറെ ഷെയ്ഡുകൾ എനിക്ക് ഇവിടെ കാണുന്നുണ്ട്. ഇപ്പൊ പുറത്ത് എവിടെയും കിട്ടാത്ത കുറെ അധികം കളേഴ്സ് നമുക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ വെറൈറ്റി കളേഴ്സ് തന്നെ ജീൻസിന്റെ ഒരുപാട് സംഭവങ്ങൾ തന്നെ വന്നിട്ടുണ്ട്. ഇത് അടിപൊളിയാണ്. ഈ ഷെയ്ഡിനെ കുറിച്ച് ഒരു രക്ഷയില്ല പറയാന്ന് വെച്ചാൽ നല്ല വെറൈറ്റി ഷെയ്ഡുകൾ, അതുപോലെ തന്നെ എവിടെയും കാണാത്ത ഡിസൈൻസ്, കളേഴ്സ്, 2-3 വെറൈറ്റി. ഇവിടുത്തെ ആളല്ലേ ഡെസ്റ്റിനേഷൻ, അത് ഒരു ടീഷർട്ട് ഷർട്ട് ഇട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നമുക്ക് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് മോഡലുകൾ ഒന്ന് കാണാൻ പറ്റും. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന കളേഴ്സ് എന്ന് പറയുമ്പോൾ പുതിയതായിട്ട് വന്ന ഷെയ്ഡ് ഇതൊക്കെയാണ്. എന്നാ ഇവിടെ ഇരിക്കുന്ന എല്ലാ ഐറ്റവും വെറൈറ്റി കളേഴ്സ് ആണ്. നോർമലി ഇപ്പൊ എപ്പോഴും ഉള്ള ടൈപ്പ് സാധനം അല്ല വന്നേക്കണം. നോർമലി ഒരു സ്കൈ ബ്ലൂ അല്ലെങ്കിൽ നേവി ബ്ലൂ, ബ്ലാക്ക്, അതിന് വിട്ടിട്ട് കുറച്ച് വെറൈറ്റി ഷെയ്ഡ്സ് ആയിട്ടാണ് ഇപ്പൊ വന്നേക്കണത്. പിന്നെ അറേഞ്ച് ചെയ്തത് ഒരു രക്ഷയില്ല, സൂപ്പർ. ഇതൊക്കെ ഇവരുടെ പണിയല്ലേ? ഇവർക്ക് ഒരു ഹാൻഡ്സം. ഇവര് മാത്രമല്ല കേട്ടോ, ഇവിടെ കുറെ ടീം ഇരിക്കുന്നുണ്ട്. ആ ടീം എല്ലാം കൂടി ഒന്നൊരു കൈവന്നിച്ചേ, കൈവന്തിക്ക്. ഇവരൊക്കെയാണ് ഇതൊക്കെ അറേഞ്ച് ചെയ്യണത്. എടുക്കലും വെക്കലും ഇതൊക്കെ ടീം. അപ്പൊ എന്തായാലും ഇതുപോലത്തെ ഷെയ്ഡ്സ് ഒക്കെ കാണാം. അതുപോലെ കുറെ ഉണ്ട്. എനിക്ക് ഒരു ഈ ഷെയ്ഡ് നോക്കിയാ, ഈ ഷെയ്ഡ് അങ്ങോട്ട് തന്നെ തുറന്നു കാണിച്ചോ, കണ്ടോ ഈ ഷെയ്ഡ്. അതുപോലെ തന്നെ ഈ ഒരു ഷെയ്ഡ് നോക്കിയാ, ഇതൊക്കെ ഇപ്പൊ ട്രെൻഡിൽ നടക്കുന്ന ഷെയ്ഡല്ലേ? അതെ. ഇതിപ്പോ ലേറ്റസ്റ്റ് എല്ലാം ചുള്ളൻ ചെക്കന്മാര് ചുള്ളനാവാൻ വേണ്ടിട്ട് ചോദിച്ചു വരുന്ന ഷെയ്ഡുകൾ അല്ലേ? കൂടുതൽ ഷെയ്ഡ് ഏതൊക്കെയാ മൂവിങ് ആയിട്ട്? നിങ്ങൾ ആണുങ്ങളാണല്ലോ, നിങ്ങൾക്ക് അറിയാലോ. ഏത് ഈ ഷെയ്ഡ്സ് ഒക്കെ ഈ ഷെയ്ഡ്സ് ആണ് കൂടുതലും. ഇനി സൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് സൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ 30-32 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് 40 വരെ ഉണ്ട്. 40 സൈസ് വരെ അവൈലബിൾ ആണ് ജീൻസിന്റെ. അപ്പൊ ജീൻസിന്റെ ഇത് ഇവിടെ കഴിയുന്നില്ല, ഇത് ഇവിടെ കുറെ ഹാങ്കിങ് ആണ്. ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ ഇത് സ്ട്രൈറ്റ് ഫിറ്റും ഉണ്ട്, ഇതിന്റെ കൂട്ടത്തില് ബാഗി ടൈപ്പും ഉണ്ട്. ഓക്കെ, രണ്ടും കൂടി മിക്സ് ആയിട്ടാണ് വരുന്നത് അല്ലേ? പിന്നെ ബ്രാൻഡഡും ആണ്. അതെ, ഇത് ഓൺ ബ്രാൻഡ് ആണ്. ഈ ബ്രാൻഡും നോൺ ബ്രാൻഡ് എല്ലാതും ഇവിടെ അവൈലബിൾ ആണോ, അല്ലെങ്കിൽ ബ്രാൻഡും മാത്രമാണ്? ബ്രാൻഡഡ് അല്ല, ഇത് നമ്മുടേതായിട്ടുള്ള ഓൺ ബ്രാൻഡ്. ഈ ഡെസ്റ്റിനേഷന്റെ ഉള്ളിൽ എല്ലാ ഐറ്റംസ് കയറി കഴിഞ്ഞാൽ പിന്നെ ഇത് ഡെസ്റ്റിനേഷൻ ബ്രാൻഡ് അങ്ങനെ വേണം പറയാനായിട്ട്. ഇത് കണ്ടോ, ഇതൊക്കെ നമുക്ക് അടുത്ത് വരുമ്പോഴാണ് ആ ഒരു കറക്റ്റ് ഷെയ്ഡ് ഡിസൈൻസ് ഒക്കെ ഫീൽ ചെയ്യുക. പിന്നെ ഇത് റീറ്റെയിലാണ്, സിംഗിൾ പീസ് അവൈലബിൾ ആണ്. ഇട്ട് നോക്കി കറക്റ്റ് ആക്കിയിട്ട് ഫീൽ ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതും സൈസ് ബേസിലാണ് ഇരിക്കുന്നത്. ഇവിടെയും ആ ഒരു ജീൻസിന്റെ ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പൊ സ്ക്രാച്ച് ടൈപ്പ് ആണ് വന്നിരിക്കുന്നത്. ഞാൻ നമ്മുടെ മലയാളി ഭാഷയിൽ പറയുകയാണെങ്കിൽ കീറിയതും പൊളിഞ്ഞതും അതും ഒരു ട്രെൻഡായി മാറിയേക്കാണ്. അപ്പൊ അതിന്റെ ഒരുപാട് കളേഴ്സ് പിന്നെ ബ്രാൻഡ് ഇത് വന്നിട്ട് സ്ട്രൈറ്റ് ഫിറ്റ് ആണ്. ഓക്കെ, ഇപ്പൊ നോർമലി ഉള്ള ചിലർക്കൊന്നും ഇപ്പം ബാഗി തന്നെ പറ്റിയല്ല, ഇപ്പൊ ഒരുപാട് വിരിവുള്ള ടൈപ്പ് പറ്റത്തില്ല. അപ്പൊ കുറച്ച് ലൂസ് നമ്മൾ നിങ്ങളെ ചെക്കന്മാര് മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു സംഭവം ഉണ്ടാവില്ലേ, അത് എനിക്ക് തോന്നുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നോർമലി ഉള്ളവർക്കും ഉള്ള ഒരു സ്ട്രൈറ്റ് ഫിറ്റും ഉണ്ട്, ബാഗി ടൈപ്പും ഉണ്ട്. അതും കളേഴ്സും അവൈലബിൾ ആണ്. ഈ ജീൻസിന്റെ കാര്യത്തിൽ എനിക്ക് ടോട്ടൽ സാറ്റിസ്ഫൈ. അപ്പൊ ജീൻസ് മാത്രമല്ല, നമുക്ക് ജീൻസ് അല്ലാണ്ട് ഇവിടെ വേറെ എന്താ എല്ലാരും ചോദിച്ചു വരുന്ന ഒരു സംഭവമാണ് ലിനൻ. അതെ, ഇത് നല്ല ഫാസ്റ്റ് മൂവിങ് അല്ലേ? ഇപ്പൊ ലിനനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ലിനൻ എന്ന് പറയുമ്പോൾ ടോട്ടലി കംഫർട്ടബിൾ ആണ്. ആണുങ്ങളുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇതില് ഓക്കെ. അപ്പൊ ലിനന്റെ നമുക്ക് പാൻസിന്റെ ലിനൻ എന്ന് പറയണില്ലേ, ഞാൻ ടോട്ടലി ഒരു പാന്റിന്റെ സെക്ഷനിൽ നമുക്ക് സ്റ്റാർട്ടിംഗ് റേറ്റ് ഒക്കെ എത്ര വരും? ഏകദേശം ഒക്കെ ഒരു 840 തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. സാധാരണക്കാർക്കും എഫോർട്ട് ചെയ്യാൻ പറ്റിയ ഒരു റേറ്റ് അത്രേ പറയാനുള്ളൂ കേട്ടോ. ലിനന്റെ കളേഴ്സ് നമുക്ക് ഇതിൽ നോക്കാതെ ഓഫ് വൈറ്റ് ഉണ്ട്, ബ്ലാക്ക്, ഇങ്ങനെ ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട്. ഇത് പക്ക പ്യുവർ ലിനനിൽ വരുന്ന കളക്ഷൻസ് ആണ്. അതല്ലാതെ ഇവിടെ കോട്ടന്റെ കുറെ വെറൈറ്റീസ്. ഇത് കോട്ടൺ അല്ല, ഇത് കോട്ടൺ പാന്റ് ആണ്. ഇപ്പോ അതും ഇതേപോലെ ഓൺ ബ്രാൻഡ് ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഫാബ്രിക് ആണ് എല്ലാം വന്നിരിക്കുന്നത്. എല്ലാം ഇരിക്കുന്നത് അല്ലേ? അതിലും ഒരുപാട് വെറൈറ്റി കളേഴ്സ് ഉണ്ട്, ഷെയ്ഡ്സും അവൈലബിൾ ആണ്. ഇനിയിപ്പോ എനിക്ക് ഇവിടെ കുറെ നല്ല പൂക്കളായിട്ടുള്ള ഷർട്ടുകളൊക്കെ കാണാറുണ്ട്. ഷർട്ടുകൾ ഇത് ഇമ്പോർട്ടഡ് ആണ്? ഇത് ഇമ്പോർട്ടഡ് ഫാബ്രിക് ആണ്, ഫ്ലോറൽ ആണ് വന്നിരിക്കുന്നത്. ഇത് ഫുൾ ഒരു ഫ്ലോറൽ ഫ്ലോറലാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. ഒന്നൊന്ന് എടുത്ത് കാണിക്കാൻ പറ്റും? ഇത് സൈസ് വരുമ്പോ നമുക്ക് എങ്ങനെയാ? 4 ഇത് നമുക്ക് എം തൊട്ട് XXL വരെ ഉണ്ട്. പിന്നെ എസ് പ്രത്യേകം തിരിച്ചിട്ടുണ്ട്. ഗ്രേറ്റ്. അപ്പൊ ഇതിൽ തന്നെ നമുക്ക് ഷെയ്ഡ്സും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വന്ന് നോക്കാം. കാരണം എന്താ വെച്ചാൽ എപ്പോഴും സാധനങ്ങൾ മാറിക്കൊണ്ടിരിക്കും, ഐറ്റംസ് ഒക്കെ മാറും അല്ലേ? മാറിക്കൊണ്ടിരിക്കും. പിന്നെ എല്ലാവർക്കും കുറച്ച് ഡിഫറെന്റ് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഫ്ലോറലില് നല്ല നല്ല മെറ്റീരിയലും നല്ല ഇതൊക്കെ ഇമ്പോർട്ടഡ് ഐറ്റംസ് ആണ്. ഗ്രേറ്റ്, അത് അടിപൊളിയാണ്. അതെ, ഇതൊക്കെ നോക്കി ഒരു രക്ഷയില്ലാത്ത ഒരു കോമ്പിനേഷൻ. ഇവിടെയും ഇതും ഇമ്പോർട്ടഡ് ആണോ വരുന്നത്? അതെ. അടിപൊളി.
ഇതൊന്ന് വെച്ച് ഇത് ശരിക്കും പറഞ്ഞാൽ ആണുങ്ങളുടെ മേത്ത് ഇങ്ങനെ വെച്ച് കാണുമ്പോഴാണുള്ളൊരു ഇതിലൊക്കെ കോമ്പിനേഷൻ എന്ത് കൊടുക്കാൻ പറ്റും നമുക്ക്? ഇതില് നമുക്ക് പാന്റായിട്ട് ഇപ്പൊ ജീനുമായിട്ടും പോവും, ലിനനുമായിട്ടും പോവും, ഫോർമലായിട്ടും യൂസ് ചെയ്യാം. എങ്ങനെ വേണേലും അത് ഇട്ടാ മതി. അത്ര എനിക്ക് പറയാനുള്ളൂ അല്ലേ? ഇതിന്റെ ഒക്കെ കളേഴ്സ് നോക്കിയാ പണ്ടൊന്നും ഇങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യാം, പക്ഷെ ഇപ്പൊ ഒരുപാട് വെറൈറ്റി കളേഴ്സ് ഫ്ലോറൽ വന്നിട്ടുണ്ട്. വെറൈറ്റി കളേഴ്സ് ഇപ്പൊ കുറച്ച് ഇവിടെ അപ്ഡേറ്റ് ആയിട്ട് ഇനിയുണ്ട്. ഇനിയിപ്പോ നിങ്ങൾക്ക് വേറൊരു കുറച്ച് കൂടി പോയി കഴിഞ്ഞാൽ വേറൊരു ഷോപ്പും കൂടി ഉണ്ട് അല്ലേ ഇതന്നെ സെയിം പേരില്? അല്ലല്ല, അത് കുറച്ച് അപ്പുറമാണ്. അതന്നെ പറഞ്ഞു, കുറച്ച് അപ്പുറത്തേക്ക് ഒരെണ്ണോടെ ഉണ്ട്. അപ്പൊ അവിടുന്ന് ആൾക്കാരുടെ ഡിമാൻഡ് അനുസരിച്ചിട്ട് ഇവിടെ ഒരു ഫാമിലി ഷോപ്പ് ആക്കിയിരിക്കുകയാണ്. അവിടെ ലേഡീസിന്റെ ഐറ്റംസ് ഇല്ല, പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ ജെന്റ്സ്, ലേഡീസ്, കിഡ്സ്. അപ്പോൾ ഒരു ഫാമിലി ആയിട്ട് കയറി വരാണെങ്കിൽ ഇമ്പോർട്ടഡ് ആയിട്ട് പോക്കറ്റ് കാലിയാവേണ്ട നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും അല്ലേ? അപ്പൊ ഇനി ഇവിടെ എന്തായിട്ടായിരിക്കണേ? ഇവിടെ ഫുൾ ഫോർമൽ ഷർട്ട്, ഫോർമൽ ഷർട്ട് പ്ലെയിൻ കളേഴ്സ് ആണ് ഇരിക്കുന്നത്. ഇത് ഫുള്ള് ഓൾ കളേഴ്സ് എന്നുവെച്ചാ ഈ ഫോർമൽ ചോദിച്ചു വരുന്ന ഒരാൾക്ക് പുറത്ത് പോകേണ്ട ആവശ്യമില്ല, എല്ലാ കളേഴ്സും ഫോർമൽ തന്നെയല്ല കേട്ടോ. ഇപ്പൊ ഞാൻ വന്ന് നോക്കിയെടുത്തോളം എനിക്ക് മൊത്തത്തില് ഒരു സാറ്റിസ്ഫൈ എന്നുള്ള ഒരു സംഭവമില്ലേ, അത് നമുക്ക് ഈ ഒരു ഷോപ്പിൽ കയറി വരുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതിപ്പോൾ പ്ലെയിൻ മാത്രമല്ല, പ്ലെയിനിൽ തന്നെയാണ് ഇവിടെ ഇപ്പോൾ ചെക്ക് ആയാലും എല്ലാ വെറൈറ്റീസ് ഉണ്ട് അല്ലേ? അതെ അതെ. ഇതിലിപ്പോ ഡബിൾ പോക്കറ്റോ? ഡബിൾ പോക്കറ്റ് ഉണ്ട്. അതും ഇത്തിരി ട്രെൻഡിൽ നിൽക്കുന്നതാ. അതെ അതെ. ഡബിൾ പോക്കറ്റ്, അതുപോലെ തന്നെ പല ഡിസൈൻസ്, പല ഇത് വെറൈറ്റീസ് വരുന്നുണ്ട്. അപ്പോൾ വന്ന് നോക്കാം. പിന്നെ ഈ കോളേഴ്സ് തന്നെ ഡിഫറെന്റ് കോളേഴ്സിലൊക്കെ വരുന്നുണ്ട് അല്ലേ? കോളേഴ്സിൽ ഡിഫറെന്റ് കോളേഴ്സിലും വരുന്നുണ്ട്. അപ്പോൾ വന്ന് നോക്കി ഇട്ട് ഫീൽ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് കൊണ്ടുപോകാം. പിന്നെ ഈ സൈഡ് എന്താ ഇരിക്കുന്നത് മെയിനായിട്ട്? ഈ സൈഡിലും ഫ്ലോറൽ പ്രിന്റ് ആണ് ഇരിക്കുന്നത്. ഹാങ് ചെയ്തിട്ടുള്ളതുണ്ട്, പിന്നെ ഇവിടെ മടക്കിയും വെച്ചിട്ടുണ്ട്. ഓക്കെ, കുറച്ച് പീസ് അവിടെ ഹാങ്ങിങ്ങിലായിട്ട് കാണിക്കാം. പെട്ടെന്ന് നമുക്ക് വേണമെങ്കിൽ എടുത്ത് നോക്കാം. അല്ലെങ്കിൽ ഒന്നും വേണ്ട, അവിടെ ആയാലും ഇവിടെ ആയിട്ട് തിരിച്ചിരിക്കുക. ഓ അങ്ങനെ അങ്ങനെ. ഓ ഇത് മടക്കി വെച്ചതാ പിള്ളേര് പാവങ്ങള് നിവർത്തുണ്ട് കേട്ടാ. ഇതിന്റെ അടിപൊളി കേട്ടോ. ഒരു ഫങ്ഷൻ അല്ലെങ്കിൽ ഒരു ഇവന്റ് വലിയ ഇതിലൊക്കെ പോവില്ലേ, അപ്പൊ കുറച്ചുകൂടി വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്യും കേട്ടോ. സാധാരണ പൂക്കൾ എല്ലാരും പറയും ബീച്ചിൽ മാത്രം ഉപയോഗിക്കാൻ പാടില്ല, എന്തിനത് അല്ലേ? ഇത് എന്ത് പ്രോഗ്രാമിന് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതെ, നല്ല ഫ്ലോയി മെറ്റീരിയൽ ആണ്, ഇമ്പോർട്ടഡ് ആണല്ലോ, പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ എന്താണ്? ഇതും ഷർട്സിന്റെ വെറൈറ്റി ആണ്. ഇതും ഫ്ലോറൽ തന്നെയാണ്. ഇത് പല വെറൈറ്റി ഉണ്ട്. ഇത് എംബ്രോയിഡറി ടൈപ്പ് ആണ്. ഞാനത് ഫ്ലോറൽ എന്ന് പറഞ്ഞപ്പോ ഞാൻ അത് എംബ്രോയിഡറി ആണല്ലോ. സോറി. ഇത് എംബ്രോയിഡറി, ഫ്ലോറലിന്റെ വേറെ വെച്ചിട്ടുണ്ട്. ഇത് എംബ്രോയിഡറി ഇല്ല, നമുക്ക് ഫുൾ ത്രെഡ് വർക്കിൽ വരുന്ന ഈ ഒരു ഏരിയ മൊത്തം അല്ലേ? അതെ അതെ, ത്രെഡ് വർക്കിൽ വരുന്നതാണ്. ഇത് ഫുൾ ത്രെഡ് വർക്കിലാണ്. ഇതിന്റെ പല കളേഴ്സ് ഉണ്ട്. ഇതിലെന്നെ വെറൈറ്റി ത്രെഡിൽ തന്നെ വരുന്നുണ്ട്. ഇത് ഫുൾ ത്രെഡിൽ തന്നെയാണ് ഇതില്ലേ? ത്രെഡിൽ തന്നെ വരുന്നത്. പിന്നെ മെറ്റീരിയൽ വൈസ് ഞാൻ വീണ്ടും പറയാണ്, ടച്ച് ആൻഡ് ഫീൽ എന്നുള്ള ഓപ്ഷൻസ് അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പീസായിട്ടായാലും നിങ്ങൾ ഓൺലൈനിൽ കൊടുക്കാറുണ്ടോ? ഇങ്ങനെ കൊറിയർ ആയാലും നമുക്ക് വാട്സ്ആപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്, വിളിച്ച് ചോദിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള കളക്ഷൻസ് ഇവർ വീഡിയോ കോൾ ത്രൂ കാണിക്കും. എന്നിട്ട് നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അത് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ നേരിട്ട് സംസാരിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെക്കുന്നുണ്ട്, ബാക്കി നിങ്ങൾ അറേഞ്ച് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, പിള്ളേരുകള് അറേഞ്ച് ചെയ്തോളൂ. ഇവിടെ വരുമ്പോ നമുക്ക് ഹാഫ് സ്ലീവ് ആണോ വരുന്നത്? അതെ അതെ, ഇവിടെ നമുക്ക് ഹാഫ് സ്ലീവ്സ് ആണ് വരുന്നത്. ഇതും ഫ്ലോറൽ തന്നെയാണ് കൂടുതൽ ഇപ്പൊ വന്നിരിക്കുന്നത്. സെയിം ആ ഒരു നേരത്തെ കണ്ടത് അതിന്റെ ഫുൾ സ്ലീവിന്റെ ഹാഫ് സ്ലീവ് ആണ് കേട്ടോ വരുന്നത്. പിന്നെ ഒരു സംഭവം ഞാൻ വിട്ടുപോയി, അത് എനിക്ക് ഇവിടെ വന്നപ്പോഴാണ് കണ്ടപ്പോൾ മനസ്സിലായത്. ഈ ഒരു സെക്ഷൻ അവിടെ നിന്ന് വരികയാണെങ്കിൽ ഈ ഫുൾ സെക്ഷൻ കാണുന്നത് മൊത്തം ഡെനിമിൻ്റെ ഷർട്ട്സ് ആണ്. ഡെനിമിൻ്റെ നമ്മൾ സാധാരണ കണ്ടിരിക്കുന്ന നേവി ബ്ലൂ, സ്കൈ ബ്ലൂ, അല്ലെങ്കിൽ ബ്ലാക്ക്, അല്ലെങ്കിൽ ഒരു ഗ്രേ ഷെയ്ഡൊക്കെയാണ്. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ ഏതൊക്കെ ഷേഡ്സ് ഇല്ലാത്തത് എല്ലാം ഉണ്ട് അല്ലേ? എല്ലാം ഷേഡ്സ് ഉണ്ട്. അതും സ്ക്രാച്ച് വേണോ, ഇത് പൊളിഞ്ഞത് അല്ലേ? പക്ഷെ ആ വാക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഇവിടുത്തെ ആ ഒരു ആംബിയൻസ് കാണുമ്പോൾ നമുക്ക് കുറച്ച് സ്റ്റാൻഡേർഡ് ആവാൻ തോന്നുന്നുണ്ട്. പക്ഷേ പോക്കറ്റ് സ്റ്റാൻഡേർഡ് ആവണ്ട അല്ലേ? പോക്കറ്റ് നമുക്ക് ഒതുങ്ങാവുന്ന രീതിയിൽ നോർമൽ റേറ്റേ ഉള്ളൂ, വലിയ ഒരുപാട് കൂടിയ റേറ്റ് ഒന്നും ഇല്ല. കണ്ടോ, ഇതൊക്കെ പിള്ളേരുകൾ ഇങ്ങനെ തപ്പി നടക്കണ്ടാവും. ആ തപ്പി പിടിക്കാനായിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടുണ്ട്. അത് ഞാൻ തപ്പി തന്നുണ്ട്, ഇനി വന്നാൽ മതി നിങ്ങള്. അത്രയും വെറൈറ്റീസ് ഉണ്ട് അല്ലേ? ഏത് ഇത്? അതല്ലേ, ഇതിനും എങ്ങനെയാ സൈസസ് ഒക്കെ വരുന്നത്? ഇതും MLXL to XXL വരെ ഉണ്ട്. XXL സൈസ് വരെ ഉണ്ട്. അല്ല, ബിഗ് സൈസുകാർക്കൊന്നും വെക്കുന്നില്ലേ നിങ്ങൾ? ബിഗ് സൈസ് ആണ് XXL.
അതിന്റെ മുകളിലേക്ക് പോവാണെങ്കിലോ നമുക്ക് ഒരു 3XL പ്ലെയിൻ കളേഴ്സിൽ എന്ന് പറയുമ്പോൾ നമുക്ക് 5XL വരെ വരുന്നുണ്ട്. 5XL അത് പ്ലെയിനിൽ മാത്രം കേട്ടോ. പിന്നെ ഡെനിമിൽ വേണമെന്ന് വെച്ചാൽ സ്പെഷ്യൽ റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ അതും നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. യെസ്, അതാണ് ഡെസ്റ്റിനേഷൻ അല്ലേ? അതെ അതെ. ഓക്കെ, ഞാൻ പേര് മറന്നു കേട്ടാ. ഷഹീൻ. അതെ അതെ ഷഹീൻ. ഓക്കെ, ഗ്രേറ്റ്. ഇനി നമുക്ക് ഫോർമൽ പാൻസ് നമ്മൾ വിട്ടുപോയിട്ടുണ്ട്, അതും കൂടി കവർ ചെയ്തിട്ട് എനിക്ക് മെയിനായിട്ട് ആകാംക്ഷ എന്ന് പറയുന്നത് ലേഡീസിൻ്റെ സെക്ഷനിലാണ്. പക്ഷേ ഇവരെന്ന് പറയുമ്പോൾ ഇന്ന് ഇന്നലെയും കളിച്ചു തുടങ്ങിയതല്ല. മാർക്കറ്റിൽ പറയുമ്പോൾ ഒരു 10-15 വർഷത്തോളം 15 കഴിഞ്ഞു. അപ്പം ഞാൻ തെറ്റി പറഞ്ഞു, കുറച്ചുകൂടി കൂട്ടി പറയാൻ പറ്റും. 20 കൊല്ലം അത്രയ്ക്ക് ആവറായി. ഓക്കെ, അപ്പോൾ 20 കൊല്ലത്തിൻ്റെ അടുത്ത് ഇവർ മാർക്കറ്റിൽ ഓൾറെഡി ഉണ്ട്. ഇവർ ഓൾറെഡി മാർക്കറ്റിൽ എന്ന് പറയുമ്പോൾ മെൻസ് വെയറുടെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു ആൾക്കാരാണ്. ഇനിയിപ്പോൾ കൂടി ലേഡീസും അതുപോലെ കിഡ്സിൻ്റെ സെക്ഷനും തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഫോർമൽ പാൻസും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ടീഷർട്ടിലേക്ക് കിടക്കാം അല്ലേ? ഓക്കെ, പോയിട്ട് വരാം. എവിടേക്ക് പോയിട്ട് വരുന്നു? പട്ടം കറിയിട്ട് വരാം. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ഫോർമൽ. ഈ ഗൂർഖ പാന്റ് അങ്ങനത്തെ സംഭവം ആ ട്രെൻഡ് നോർമലി വരുന്നതുണ്ട്. നോർമലി 2-3 മിക്സ് ചെയ്ത് തന്നെയാണ് ഇട്ടേക്കണത്. ഓക്കെ, അതിന്റെ കളർ ബേസിലും സൈസിലും ആണ് ഇട്ടിരിക്കണത്. ഇതൊക്കെ നമുക്ക് ഫോർമൽ പാന്റിന്റെ സെക്ഷൻ ആണ് വരുന്നത് കേട്ടോ. ഇവർക്ക് എനിക്കിത് തോന്നുന്നത് വെയർ ഹൗസ് വേറെ ഉണ്ട്. വെയർ ഹൗസ് ഗോഡൗണിലൊക്കെ ഇരിക്കുന്നുണ്ടോ? ഉണ്ട്. ഭയങ്കര ഇൻട്രോട്ടാന്ന് തോന്നുന്നു. ഞാനാണോ? എന്നാ കണ്ണില് നോക്കി സംസാരിക്കണേ. അങ്ങനെയൊക്കെയാണല്ലോ ഇൻട്രോട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റാം. അപ്പൊ ഇത് ഫുള്ള് നമുക്ക് ഫോർമൽ പാൻസിന്റെ ഒരു സെക്ഷൻ. ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ ഇത് ടീഷർട്ട് ആണ്. കോളറിന്റെ തന്നെ ഫുൾ സ്ലീവ് വരുന്ന ടീഷർട്ട്സ്. പക്ഷെ ഇതെന്ന് പറയണത് നമുക്കിങ്ങനെ തൊടുമ്പില് നോർമൽ കോഡ്രോയ് മെറ്റീരിയൽ ആണ് ഇതിന്റെ കോളർ ഒക്കെ വരുന്നത്. അതെ, ഒന്ന് അടുത്തേക്ക് വരുമ്പോഴാണ് അത് കറക്റ്റ് ആയിട്ട് ഫീൽ. ഞാൻ അതാ പറയുന്നത്, ടച്ച് ആൻഡ് ഫീൽ എന്ന് പറയുമ്പോൾ വ്യത്യാസമുണ്ട്. ഇത് കോഡ്രോയ് മെറ്റീരിയൽ ആണ്, കോളർ വരുന്നത് കോഡ്രോയ് മെറ്റീരിയൽ ആണ്. പിന്നെ ബാക്കിയുള്ളതെന്ന് പറയുമ്പോഴും അതും നല്ല ക്വാളിറ്റി ഉള്ളതാണ്. നല്ല ടൈപ്പ് മെറ്റീരിയൽ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കളേഴ്സ് ഉണ്ട്. പിന്നെ വൈറ്റ് എല്ലാവർക്കും വേണം, എല്ലാവർക്കും ഹരാണ് ഒരു വൈറ്റ് ഓഫ് വൈറ്റ് അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ വൈറ്റ് ഇട്ടിരിക്കുന്നത്. ഈ ടീഷർട്ടൊക്കെ ഇവിടെ തന്നെയാണ് തോന്നുന്നു. ഇവിടുത്തെ തന്നെയാണ്. ഞങ്ങൾക്ക് ഇങ്ങനെ കടയിൽ ഇപ്പോൾ പിന്നെ എന്തിനാ വല്ലയിടത്തുനിന്ന് എടുക്കണം? ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ ഇവിടെ ഇല്ലേ, പിന്നെ എന്തിന്? ഇത് ഫുൾ കൈ വരുന്നത്. ഇനി ഹാഫ് കൈ വരുമ്പോൾ ഈ ഒരു സെക്ഷനാണ് വരുന്നത് അല്ലേ? ഹാഫ് കൈര്. ഓക്കെ, ഹാഫ് കൈനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത് മെയിൻ ആയിട്ട്? ഇത് 5 സ്ലീവ്സ് ആണ്. ഇതിന്റെ തന്നെ ഇത് ഞങ്ങളുടെ ബ്രാൻഡ് തന്നെയാണ്. ഈ ഫ്രണ്ടിൽ കിടക്കുന്നത് ഞങ്ങളെ ഓൺ ബ്രാൻഡ് തന്നെയാണ്. അതെ അതെ, ഇത് ഞങ്ങളുടെ ഓൺ ബ്രാൻഡ് തന്നെ, പാന്തർ എന്ന് പറയും. ഇത് നിങ്ങളുടെ ബ്രാൻഡ് സ്വന്തം ബ്രാൻഡാണ്. അത് ശരി, ഇത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഇപ്പൊ ഇവിടെ വന്നപ്പോഴാണ് അറിയണത്. ആ ബ്രാൻഡിന്റെ പേരും കൂടി നോക്കിയോട്ടോ. ഇത് വേറെ കടയിൽ കിട്ടോ? എങ്ങനെയാ? ഇത് കടയിലും ഉണ്ട്, പക്ഷെ ഇവിടെ റേറ്റ് കുറവായിരിക്കും. അതെ അതെ, മറ്റുള്ള കടയിലാകുമ്പോ അവര് മാർജിൻ ഇട്ടിട്ടായിരിക്കുമല്ലോ സെയിൽ ചെയ്യാ. നോർമലി ഉള്ള റേറ്റ് തന്നെ എല്ലായിടത്തും ഒരേ റേറ്റ് തന്നെ. എന്തായാലും അതിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിലേക്ക് എടുക്കുന്നത്. പക്ഷെ ഈ ബ്രാൻഡിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇത് ഇവരുടെ ഓൺ ബ്രാൻഡാണ്. ഏതാ ബ്രാൻഡ്? പാന്തർ. യെസ്. അപ്പൊ ഈ ബ്രാൻഡഡ് ആയിട്ടാണ് ഇവിടെ ഫുൾ ഇരിക്കുന്നത്. ഈ ഒരു സെക്ഷൻ മൊത്തം തന്നെയാ? അല്ല, പല ബ്രാൻഡ് ഉണ്ട്, മിക്സ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതിൽ ഗ്രീൻ വൈറ്റ് കോമ്പിനേഷൻ, പിന്നെ വൈറ്റിൽ ഇങ്ങനെ ഒരു ടൈഡായി ടൈപ്പ് ആയിട്ടുള്ള ആ ഒരു ഇതില്. അപ്പൊ ഇഷ്ടമുള്ളത് ഏത് വേണമെങ്കിലും പറക്കി എടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള കളക്ഷൻസ് ഇവിടെ ഉണ്ട്. എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കളക്ഷനും കൂടിയാണ് കേട്ടോ. അപ്പൊ ഇതാ ഇതില് ഫ്രണ്ട് ബാക്ക് പ്രിന്റ് അങ്ങനെയുള്ളതോ? ഫ്രണ്ട് ബാക്ക് പ്രിന്റ് ഉള്ളത് മിക്സ് ആയിട്ട് വരുന്നത്. ജെയ്സി ടൈപ്പും ഉണ്ട്. അപ്പുറത്തെ സൈഡിൽ ജെയ്സി ടൈപ്പ് മെറ്റീരിയലും ഉണ്ട്. ഈ ടൈപ്പും ഉണ്ട്. പക്ഷെ ഇത് ഒരു സൈസ് പോയാൽ പിന്നെ അടുത്ത സൈസ് കയറ്റും, അടുത്ത മോഡൽസ് കയറ്റും. അപ്പൊ ഇതിനാണ് കൂടുതൽ ഇപ്പൊ പ്രിന്റ് ഞങ്ങളിപ്പോ ഇറക്കിക്കണത്. ഇതും പാന്തർ അല്ലേ? ഇതും പാന്തറാണ്. പാന്തർ ബ്രാൻഡ് ഇവരുടെ ഓൺ ബ്രാൻഡ് തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇനി ഇപ്പുറത്തെ ജെയ്സി ടൈപ്പ് 5 സ്ലീവ് ആണ് വന്നേക്കുന്നത്. ഓക്കെ, അതും ബാക്ക് ഫ്രണ്ടും എങ്ങനെ വേണമെങ്കിലും ഉണ്ട് കേട്ടോ. അപ്പൊ ജെയ്സി ടൈപ്പ് പിന്നെ 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 പറഞ്ഞു വേഗം പറഞ്ഞു പോയ നമുക്ക് ഇവിടുത്തെ കളക്ഷൻസ് ഒക്കെ ഇതിനകത്ത് ഇതേപോലെ തന്നെ കളക്ഷൻസ് ഒക്കെ ഒരുപാടുണ്ട്. ഇതിലും ബാക്ക് ഫ്രണ്ട് പ്രിന്റ് ഇങ്ങനെ അല്ലേ? ബാക്കിൽ ചെറിയൊരു ലെറ്ററിങ് മാത്രമേ. ഇത് റബ്ബർ പ്രിന്റ് ആണ് കേട്ടോ ഇവിടെ ചെയ്തിരിക്കുന്ന വർക്ക്. അപ്പൊ പ്രിന്റുകൾ എന്ന് പറയുമ്പോൾ അതിന്റെ ക്വാളിറ്റി ഉണ്ട്. അത് കാരണം അത് എന്താ പറയാ, വാഷ് ചെയ്യുമ്പോൾ കംപ്ലൈന്റ് വരാനോ അതിനൊന്നും ഒരു ചാൻസ് ഇല്ല. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ 20 കൊല്ലയിൽ ഈ മാർക്കറ്റിൽ ഇരിക്കണോ അല്ലേ? അതാ കാര്യത്തിലും. അല്ല, ഷോപ്പിന്റെ സമയമൊക്കെ എത്ര മണി തൊട്ട് എത്ര മണി വരെ? ഇവിടെ 9:30 to 9:30. രാത്രി 12 മണിക്കൂർ ഉണ്ട് കേട്ടോ. അപ്പൊ 9:30 എന്നുള്ളത് 10 ആവും. പെരുന്നാൾ സമയത്താണെങ്കിൽ പിന്നെ പറയേ വേണ്ട. അപ്പൊ അടിപൊളി പിള്ളേർക്കൊക്കെ ചെത്താൻ പറ്റിയിട്ട് അല്ലേ?
അല്ല ഒരു രക്ഷ മൈക്കിൽ ഇവരോടൊന്ന് ചോദിച്ചോട്ടെ എന്താ നിങ്ങൾക്ക് നിങ്ങളുടെ കടയെ കുറിച്ച് അഭിപ്രായം? ഞങ്ങളുടെ കടയിൽ എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സിന്റെ ടേസ്റ്റ് അനുസരിച്ചാണ് നമുക്ക് കൂടുതലും കളക്ഷൻസ് ഇവിടെ ഇറക്കിയേക്കണത്. ഇപ്പൊ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ കുറെ ഐറ്റംസ് ഉണ്ട് നമുക്ക്, ഫോർമൽ കളക്ഷൻസ്. പിന്നെ അതുകൂടാണ്ട് ഇപ്പൊ പിള്ളേർക്കാണെങ്കിലും ഓണത്തിന്റെ ഒക്കെ പഠിക്കാൻ പറ്റിയ കുറെ ഷർട്ട്സ് ഉണ്ട്. ഓണം, വിഷു, പിന്നെ പെരുന്നാള്, ഈസ്റ്റർ, നിങ്ങൾക്ക് ഫംഗ്ഷൻ അല്ലെങ്കിലും നമുക്ക് ഇവിടെ വരാൻ തോന്നും അല്ലെ? പാർട്ടിക്ക് പോകാനാണെങ്കിലും പാർട്ടി വേഴ്സ് ആണെങ്കിലും കുറെ പ്രിന്റഡ് നമുക്ക് ഡെനിംസിലൊക്കെ വന്നിട്ടുണ്ട്. ഡബിൾ പോക്കറ്റ് നമുക്ക് മാത്രം കൂടുതൽ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. അത് ഞാൻ ശ്രദ്ധിച്ചു. ഡബിൾ പോക്കറ്റിന്റെ അവിടെയും ഇവിടെയും ആയിട്ട് കുറെ കളക്ഷൻസ് ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ പ്ലെയിനില്ല, അപ്പൊ അവിടെയും പ്ലെയിൻ ഇരിക്കുന്ന കണ്ടില്ല. അപ്പൊ ഈ ഒരു പ്ലെയിൻ അതിൽ നിന്ന് കളർ ചേഞ്ച് ആയിട്ടാണ് നമ്മൾ ഇപ്പൊ ഇവിടെ വെച്ചേക്കണം. അവിടെ ഇല്ലാത്ത കളേഴ്സ് ആയിരിക്കും നമുക്ക് കൂടുതൽ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതും പിന്നെ അതിന്റെ അപ്പുറത്ത് അതൊന്ന് രണ്ടെണ്ണം എടുത്ത് കാണാൻ പറ്റുമോ? വീണ്ടും മടക്കേണ്ടി വരില്ലേ? അല്ല നമുക്ക് കാണണ്ടേ, ഇത് കണ്ടാലല്ലേ അറിയാൻ പറ്റുക അല്ലേ? എന്താ പറയാ, ഏത് വേണേലും തുറന്നിട്ടാവും, ഒരു കുഴപ്പമില്ല. ഇവന്റ്സിനൊക്കെ പോകുമ്പോൾ നമുക്ക് ഇതിന്റെ ഒരു ഷോർട്സ് ഒക്കെ അടിച്ചു പോകണമെങ്കിൽ വേറെ മൂടായിരിക്കും. സെറ്റ് അതാ വൈറ്റ്. നിനക്ക് ഇതിൽ ഏതാ ഇഷ്ടമായ? നീ വരാണെങ്കിൽ എടുക്കുകയാണെങ്കിൽ ഞാൻ ഫ്രണ്ടിലൊരു ഗ്രീൻ പ്രിന്റ് ഒക്കെ ഉണ്ട്, അതായിരിക്കും എടുക്കുന്നത്. അതാണ് നമുക്ക് കൂടുതലും ചേർന്നത്. ഇതൊക്കെ നോക്കിയേ, എവിടെയും കാണാത്ത ഒരു മോഡൽ, എവിടെയും കാണാത്ത ഒരു ഡിസൈൻ, 2 പോക്കറ്റ് വരെ വരുന്നുണ്ട് അല്ലേ? പിന്നെ മെയിൻ ആയിട്ട് എനിക്ക് എന്തെങ്കിലും പറയാണ്ട്? അയ്യോ ഞാൻ ഇട്ടോട്ടെ, എന്നോടൊന്നും ചോദിക്കണ്ടെന്ന്. നിന്റെ മൂക്കുത്തി കാണിച്ചോട്ടെ. ഞാൻ വന്നപ്പോ തന്നെ ആദ്യം പല്ലു കാണിക്കണ്ട. അതെന്താ പേരിടാ? ഹിബ്രു. അടിപൊളി. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഈ ഒരു സെക്ഷൻ പോയാലേ. ഈ 2 ഷൂസും ഉണ്ട്. ഷൂസിന്റെ റാക്ക് എവിടെയാണ്? അവിടെ ഇവിടത്തെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവാം നമുക്ക്. ഇവിടെ എന്താ മെയിൻ ആയിട്ട്? ഇതൊക്കെ തന്നെയല്ല ഇരിക്കുന്നത് മെയിൻ ആയിട്ട്. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ ഓടിപ്പിച്ചൊന്ന് നോക്കി പോക്കോട്ടോ. ഇത് മൊത്തം ടീഷർട്സിന്റെ നമുക്ക് നല്ല അടിപൊളി പ്രിന്റ് ഒക്കെ വന്നിട്ടുണ്ട്. പുതിയ പുതിയ പ്രിന്റ്സ്, പുതിയ പുതിയ ഡിസൈൻസ്, മോഡൽസ്. അതെ. പിന്നെ സൈസസിന്റെ കാര്യം, അതുപോലെ തന്നെ ക്വാളിറ്റിയുടെ കാര്യം. ഇത് നിങ്ങൾക്ക് ഒരു കാര്യത്തിലും റിഗ്രറ്റ് ആവില്ല നിങ്ങൾ ഓൺലൈനിൽ മേടിച്ചാലും, കാരണം ക്വാളിറ്റി അടിപൊളിയാണ് അല്ലേ? നോർമലിനേക്കാളും എന്തോ വ്യത്യാസം എനിക്ക് ഇവിടെ ഫീൽ ചെയ്തു. പിന്നെ റീറ്റെയിൽ ആണ്, സിംഗിൾ പീസ് നമുക്ക് അവൈലബിൾ ആണ്. ഇതിന്റെ ഡിസൈൻസും മോഡൽസും ഒന്നും നോക്കിയാൽ പക്ഷെ എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അല്ലേ? എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. നമുക്ക് ഇന്ന് വന്ന നാളെ വീക്ക്ലി മാറിക്കൊണ്ടിരിക്കും അല്ലേ? എന്താണ് പ്രോഡക്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ അപ്ഡേറ്റ്സ് വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇൻസ്റ്റാ പേജോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ? എന്താ ഇൻസ്റ്റാ പേജിന്? ഡെസ്റ്റിനേഷൻ ക്ലോത്തിങ് സ്റ്റോർ. സെയിം. അപ്പൊ ഇൻസ്റ്റാ പേജിൽ ഒന്ന് കയറി ഫോളോ ചെയ്താൽ മതി. അപ്പൊ പുതിയ പുതിയ ലേറ്റസ്റ്റ് കളക്ഷൻസും നിങ്ങൾക്ക് കാണാൻ പറ്റൂട്ടോ. അത് കൂടാണ്ട് ഇതൊക്കെ നോക്കി. ആഹാ, ഇതൊക്കെ വെറൈറ്റീസ് ആണ് അല്ലേ? ഇതൊക്കെ നമ്മള് ടീഷർട്ടിന്റെ കോളറിന്റെ അവിടെ കണ്ടാന്ന് തോന്നുന്നു. നമ്മൾ നേരത്തെ എടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും അതിന്റെ വെറൈറ്റീസ് ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട്, ഇഷ്ടംപോലെ മോഡൽസും ഉണ്ട്. ഇതേ പിന്നെയും പിള്ളേരുകളെ കൊണ്ടുവരാണ്. കണ്ടോ ചേച്ചി എന്ന് പറഞ്ഞിട്ട് അല്ലേ? കണ്ട, ഇതൊക്കെ നമ്മുടെ ടീഷർട്ട്. ഇതിപ്പോ നേരത്തെ കാണിച്ചത് കോളർ, ഇത് റൗണ്ട് നെക്കിൽ വരുന്നതാണ് കേട്ടോ. ഇതിന്റെ സെയിം വൈറ്റ് ആണ് നമ്മൾ ഇട്ടിരിക്കുന്നത് കണ്ടോ. അപ്പൊ വൈറ്റ് ആയാലും ബ്ലാക്ക് ആയാലും വെച്ചാൽ ഒരെണ്ണത്തിൽ തന്നെ നമുക്ക് കളർ കോമ്പിനേഷൻ ചൂസ് ചെയ്യാനുണ്ടെന്ന് പറയണത്. ഇതാവുമ്പോ നമുക്ക് ലിനന്റെ ഷർട്ട്, അത് ഇങ്ങനെ നമ്മൾ വിട്ടുപോയി അല്ലേ? ലിനന്റെ ഷർട്ട് ഇത്രയും ട്രെൻഡിൽ പിടിച്ചേ നമ്മളത് വെറുതെ ഓടിപ്പിച്ച് കാണിച്ചു. കയ്യില് പിടുത്ത് പിടിച്ചില്ല. പക്ഷെ ഇത് ഇത്തിരി ട്രെൻഡിലാണ്. ലിനൻ പാൻറ് പോലെ ഡിമാൻഡിലുള്ള ഒരു സംഭവം തന്നെയാണ് ലിനന്റെ ഷർട്ട്. പിന്നെ ഈ കാണുന്നത് മൊത്തം വിവിങ്ങും പ്രിന്റ് ആയിട്ടുള്ള നല്ല ഫ്ലോ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി. പിന്നെ ഇനി നമുക്ക് ഈ ഒരു സെക്ഷനിലേക്ക് വരാം അല്ലേ? ഇത് അവന്റെ കയ്യിൽ ഇങ്ങോട്ട് തന്നോ? മേടിക്കാൻ ഇവിടെ ആളുണ്ട്. നിന്റെ പേര് പറഞ്ഞടാ? ഹിബ്രുവിന്റെ പേര് മറന്നു. ഹിബ്രുവിന്റെ ഫേസ് മാത്രം എനിക്ക് ഓർമ്മയില്ല. ആ മൂക്കുത്തി അടിപൊളി അല്ലേ? പിന്നെ ഇവിടെ എന്താ, ഇതൊക്കെ ഇമ്പോർട്ടഡ് ആണെന്ന് തോന്നുന്നു. മൊത്തം ഇമ്പോർട്ടഡ് ഷൂസ്. അതില് എന്തൊക്കെ മോഡൽസ് വരുന്നത്? മീൻസ് എങ്ങനെയാണ് ഇതിന്റെ കുറിച്ച് പറയാന്ന് വെച്ചാ? ഇതിന്റെ മോഡൽസ് വരുന്നതെന്ന് പറയുമ്പോ ഇത് പല പല ബ്രാൻഡ്സും ഉണ്ട്. നമ്മുടെ ന്യൂ ബാലൻസ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ഉണ്ട്, സ്കെച്ചേഴ്സിന്റെ ഉണ്ട്. ഈ ഷൂസിലെ ഏറ്റവും ടോപ്പ് ബ്രാൻഡാണ് ഈ ഒരു ന്യൂ ബാലൻസ് ബ്രാൻഡ്. അപ്പൊ അഡിദാസും ഉണ്ടെന്നാ അതിന് നമുക്ക് വിട്ട് കളയാൻ പറ്റില്ല. നമ്മള് പണ്ട് തൊട്ട് കേട്ട് വളർന്ന ഒരു ബ്രാൻഡാണ് അഡിദാസ്, പ്യൂമ എന്നൊക്കെ പറയണത്. പക്ഷെ എന്നാ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഷൂസിൽ തന്നെ നല്ല കളിച്ചോണ്ടിരിക്കുന്ന ബ്രാൻഡാണ് ഈ ഒരു ന്യൂ ബാലൻസ് എന്നൊക്കെ പറയണത്. ചെൽസി ബൂട്ടും ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ കൊല്ലത്തെ ഏറ്റവും ട്രെൻഡ് ആയിട്ടുള്ള ഷൂ ആണ്
ചെൽസി ബൂട്ട് അല്ലേ? അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് നോർമൽ ഷൂവിനേക്കാളും വിട്ടിട്ട് ഇപ്പൊ ചെൽസി ബൂട്ടാണ് ഇപ്പൊ മാർക്കറ്റിൽ ട്രെൻഡ് നിൽക്കുന്നത് കേട്ടോ. ഇപ്പൊ ഈ വർഷത്തെ വേണമെങ്കിൽ പറയാം അല്ല, ഒരു 4-5 മാസമായില്ല ഇപ്പൊ ഈ ഒരു ചെൽസി ബൂട്ട് ഇപ്പോഴും ഇത്തിരി കൂടുതൽ ട്രെൻഡിൽ നിൽക്കുന്ന ഒരു സംഭവം. പിന്നെ ക്രോക്സും ഉണ്ട്. ഞാനത് ആലോചിച്ചു കേട്ടോ, അതും വെച്ചിട്ടുണ്ടല്ലേ നിങ്ങള്? അതും എങ്ങനെയാ നമുക്ക് ഇപ്പൊ സൈസസ് എത്ര വരെ കിട്ടും? അത് നമുക്ക് 11 വരെ ഉണ്ടാവും. 11 വരെ ഉണ്ടാവും. ആണുങ്ങളാവുമ്പോ പിന്നെ കാലിന്റെ ഫീറ്റൊക്കെ നല്ല വലിപ്പം ഉണ്ടാവുമല്ലോ. അപ്പൊ പെണ്ണുങ്ങൾക്കല്ലേ അപ്പുറത്തെ സൈഡാവും. പിന്നെ മെൻസിന്റെ എന്ന് പറയുമ്പോ അവർക്കുള്ള ഇന്നർ വെയർ ഐറ്റംസ്, അതുപോലെ പെർഫ്യൂംസ്, ബെൽറ്റ്സ്, അങ്ങനെ അവരുടേതായിട്ടുള്ള ആക്സസറീസും ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു മെൻസിന്റെ കളക്ഷൻസ് എന്ന് പറയുമ്പോൾ. മെൻസിന് വാച്ച് മാത്രം ഞങ്ങൾ വെച്ചിട്ടില്ല, ബാക്കിയുള്ള പെർഫ്യൂം തന്നെ 2 വെറൈറ്റി ഉണ്ട്. 2 വെറൈറ്റി ഉണ്ട്. അല്ല, ഈ പാന്തർ നിങ്ങളുടെ ബ്രാൻഡ് അല്ലേ? അതെ, പാന്തർ ഞങ്ങളുടെ ബ്രാൻഡാണ്. ഞങ്ങളുടെ ബ്രാൻഡ് തന്നെ ബ്രീഫ് വരുന്നത്. അതെ, ഞാനത് ഷർട്ടിൽ എവിടെയെങ്കിലും പറയണ കേട്ട് പെട്ടെന്ന് ഇത് ടീഷർട്ട്സ് മാത്രമല്ല, ബ്രീഫ് ഉണ്ട്, ഇന്നർ ഉണ്ട്, കാർഗോസ് ഉണ്ട്, ഷോർട്സ് ഉണ്ട്, ഓൾ വെറൈറ്റീസ് ഉണ്ട്. അപ്പൊ ഈ ഒരു സെക്ഷൻ, ഈ ഒരു ഏരിയ മൊത്തം നമുക്ക് മെൻസിന്റെ ഒരു സെക്ഷൻ ആണ്. ഇനി നമുക്ക് ലേഡീസിന്റെ ഒരു സെക്ഷനിലേക്ക് പോവാം. ലേഡീസിന്റെ സെക്ഷനിൽ ആരാ? ലേഡീസിന്റെ സെക്ഷനിൽ അവിടെ ആളുണ്ട്, വാ നമുക്ക് നോക്കാം. ഇവര് ഇന്റീരിയറും അടിപൊളിയാണ് കേട്ടോ. വായോ ലേഡീസ് സെക്ഷൻ. ലേഡീസ് വാ. അല്ല, ജെന്റ്സിനും കൂടെ കയറാൻ പറ്റൂലേ? ഇതാണ് നമ്മുടെ ലേഡീസിന്റെയും അതുപോലെ തന്നെ കിഡ്സിന്റെ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഇവിടെ എന്ന് പറയുമ്പോൾ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഫുൾ ഫാബ്രിക്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടഡ് ഡ്രസ്സസ് ആണ് മൊത്തം ഇരിക്കുന്നത്. എവിടെയും കാണാത്ത കുറെ വെറൈറ്റീസ് അല്ലേ? ലേഡീസിന്റെ ചേച്ചിനോട് ചോദിക്കാം. അതിന് മുന്നേ ഇപ്പുറത്തും കൂടി ഒന്ന് നോക്കിയിട്ട് നമുക്ക് ചേച്ചീനെ പിടിക്കാം. ഇതൊക്കെ ഫുൾ ഇമ്പോർട്ടഡ് ഷൂസ് ആണ് വരുന്നത്. കുട്ടികളുടെ സൈസ് എന്ന് പറയുമ്പോൾ എനിക്ക് കാണുമ്പോൾ എനിക്ക് 6 വയസ്സ് വരെ എനിക്ക് ഫീൽ ചെയ്തു. അത് ബോയ്സ് ആയാലും 6 വയസ്സ് വരെ ഇവിടെ ഷൂസ് ഉണ്ട്. കുട്ടികളുടെ കാര്യം പറയേണ്ടത്. പിന്നെ ബോയ്സിന്റെ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ജെന്റ്സിന്റെ സെക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ സെക്ഷൻ അവിടെ കിഡ്സിനാ. ഓക്കെ, അപ്പൊ ഈ ഒരു ഏരിയയിൽ നമുക്ക് ചേച്ചി പറയില്ലേ ഇവിടുത്തെ കാര്യങ്ങള്? നോക്കാം, എന്തായാലും ആരെങ്കിലും ഒക്കെ കിട്ടണോ? അപ്പൊ നമ്മളിവിടുന്ന് ടാറ്റ പറയാണോ? അല്ല, ലാസ്റ്റ് ഞാൻ വരാൻ പിടിക്കാം. ഇതൊന്നും എടുത്തോട്ടെ. അപ്പൊ നമ്മുടെ ഓണേഴ്സിനെ തന്നെ പിടിച്ചു, സ്റ്റാഫ് വേണ്ടാന്ന് വെച്ചു. ഓണേഴ്സ് ആകുമ്പോ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ പറയും അല്ലെ? അപ്പൊ ലേഡീസിന്റെ സെക്ഷനിൽ ലേഡീസ് തന്നെ വേണമെന്ന് എനിക്കും ഒരു നിർബന്ധം ഉണ്ടായിരുന്നോ. ഇവരുടെ ലുക്കൊക്കെ കണ്ടില്ലേ, ഒരു വെസ്റ്റേൺ, എന്നെയും ആ ഒരു വെസ്റ്റേൺ സ്റ്റൈലാക്കി ഞാൻ തനി നാടനായിട്ട് വന്നതാ. അപ്പൊ നമ്മുടെ ഇവിടെ എവിടെന്നാ തുടങ്ങാം? നമുക്ക് ഇപ്പൊ എത്നിക്കും ഉണ്ട്, അതുപോലെ തന്നെ വെസ്റ്റേണും ഉണ്ട്. ലേഡീസിന്റെ കഴിഞ്ഞിട്ട് നമുക്ക് കിഡ്സിലേക്ക് കയറാം അല്ലെ? അതാണ് ലേഡീസ് ഫസ്റ്റ് പ്രിഫറൻസ് ലേഡീസ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് ദുപ്പട്ടാസിന്റെ കാര്യം പിന്നെ പറയണ്ട. നമുക്ക് ആദ്യം തന്നെ പ്രീമിയം കളക്ഷൻ വെച്ച് നോക്കാം. പ്രീമിയം എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ എന്തൊക്കെ ഐറ്റംസ് പിന്നെ ഉള്ളിലേക്ക് കയറിയോ? അതായിരിക്കും ബെറ്റർ. ഇനി ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയണേ? എന്താ ഇത് നമ്മുടെ ഈ റാഗും മുഴുവനും പ്രീമിയമിലാണ് എല്ലാം. ഒരു വെഡിങ് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ. എന്നാലും നമ്മ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അത്ര ഇതായിട്ട് നമ്മൾ ഓവർ റേറ്റ് ഒന്നും അടിച്ചിട്ടില്ല. അതാണ് നമ്മുടെ കടയുടെ പേര്. എടുത്ത ഒരെണ്ണം നോക്കട്ടെ, വെറൈറ്റി നോക്കട്ടെ. എല്ലാ വെറൈറ്റീസ് ഒക്കെ നമുക്ക് ഇങ്ങനെ എന്താ പറയാ, കിട്ടാത്ത ഒരു പ്രീമിയം കളക്ഷൻ നമുക്ക് ഹാൻഡ് പിക്ക് ആയിട്ടുള്ള അങ്ങനത്തെ ഐറ്റംസ് ആണെന്നാണ് ഇവര് പറയണത്. നമുക്ക് എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാലോ ഇത് തുറന്നിട്ട് അല്ലേ? ഇത് 3 പീസ് കളക്ഷനാ വരുന്നത്. 3 പീസ് പറയണ പോലൊക്കെ തന്നെ. ആ ചേച്ചി ഒരു മിനിറ്റ് ഇങ്ങോട്ട് വന്നേ, ആ കൈയൊന്ന് വർക്കൊന്നൊന്ന് തുറന്ന് കാണിച്ചു കൊടുത്ത്. ഹാൻഡ് വർക്ക് തന്നെ വേണ്ട. ആ ഒരു ഹാൻഡ് വർക്ക്, അതുപോലെ പ്രീമിയം കളക്ഷൻ ആണ്. മെറ്റീരിയലും അടിപൊളിയാണ്. അത്രയും റേറ്റ് വരുന്നുള്ള. ഇതിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സൈസസ് ഒക്കെ കിട്ടുമോ? പിന്നെ സൈസസ് ഇഷ്ടംപോലെ ഫ്രീ സൈസും ആണ്. ചിലതിനൊക്കെ സൈസ് വരുന്നുണ്ട്. ഇതിൽ കൂടെ ഷോള് വരുന്നുണ്ട്. എനിക്ക് തൊടുമ്പോ ആ ഒരു എന്താ പറയാ ടച്ച് പ്രീമിയം എന്നുള്ള രീതി അങ്ങനെ ഒരു ഐറ്റം ആണ് നമ്മുടെ കയ്യിലിരിക്കുന്നത് കേട്ടോ. ഇതിന് തന്നെ നമുക്ക് കളേഴ്സ് എന്ന് പറയുമ്പോ എങ്ങനെയാ? ബോട്ടത്തിലും വർക്ക് വരുന്നുണ്ട് അല്ലേ? കളേഴ്സ് എന്ന് പറയാനായിട്ട് വൈറ്റ് വരുന്നുണ്ട്, ഇപ്പൊ വൈറ്റ് ഉണ്ട്, പിന്നെ ഒക്കെ ഡിഫറെന്റ്. പിന്നെ എന്താ വെറൈറ്റി നമുക്ക് ഒരെണ്ണം കാണിച്ചു തന്നെ? വെറൈറ്റി എന്ന് പറയുന്നത് ഇത് മൽച്ചന്തേരിയില്. മൽച്ചന്തേരി ഇപ്പൊ മാർക്കറ്റിൽ ഇത്തിരി ട്രെൻഡിൽ നിൽക്കുന്ന ഒരു സംഭവമാണ്. ഇത് ആക്ച്വലി ഇവരുടെ വേറൊരു ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞില്ല, അവിടെ മെൻസ് വെയർ ഐറ്റംസ് മാത്രമേ ഉണ്ടായിരുന്നു. പക്ഷെ ഫാമിലീസ് ഒക്കെ കയറി വരുമ്പോൾ അവരുടെ ഡിമാൻഡ്
ഡിമാൻഡിന് വേണ്ടി നമ്മൾ ലേഡീസും ഗേൾസ് കിഡ്സും ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ ഞാൻ തുറക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇവരുടെ ഈ ഒതുക്കി വെക്കലാണ് എനിക്ക് മെയിനായിട്ട് ഇഷ്ടമായത്. നമ്മൾക്ക് ഇങ്ങനെ ഒതുക്കി വെക്കണമെന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട്. കണ്ട, ഇതൊക്കെ നമുക്ക് മൽച്ചന്തേരിയിൽ വരുന്ന ഒരു കളക്ഷനാണ്. ഓ, ഒരു അടിപൊളിയല്ലേ, ഇട്ട ഒരു ബ്രൈറ്റ്നസ് തന്നെ തോന്നും ഇല്ലേ, ഒന്നുകൂടി ഫേഷ്യൽ ഇട്ട പോലെയായി. അതെ, ട്രയൽ ചെയ്യാൻ തോന്നുന്ന ഒരു സംഭവമാണ്. ഇനിയിപ്പോ സൈസസിന്റെ കാര്യം ഞാൻ പറയണ്ടല്ലോ, നമുക്കറിയാം ഇവിടെ ഓരോ ഫുൾ വർക്ക് അല്ലേ. അപ്പൊ ഇതില് മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ അങ്ങനെയായിരിക്കും സൈസ് വരുന്നത്. ഇനി പ്ലസ് സൈസ് ഉണ്ടാവോ ഇതില്? നമുക്ക് ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഫ്രീ സൈസ് ആയിട്ടാണ് നമ്മളിപ്പോ കൊണ്ടുവന്നിരിക്കുന്നത്. ഇങ്ങനെ സൈസ് വേണ്ടവർക്കും അതുകൊണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഒരു പ്രീമിയം സെക്ഷൻ വരുന്നത്. അതിലത്തെ വെറൈറ്റീസ് ആണ് ഇവിടെ മൊത്തം ഇരിക്കുന്നത്. മൽച്ചന്തിരയാണ്, മൽച്ചന്തിര ഉണ്ട്, മൾക്കോട്ടൻ ഉണ്ട്. ഇതൊക്കെ പ്രീമിയം, നല്ല പ്രീമിയം പോലെ ഇരിക്കണെങ്കിലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അതാണ് മെയിൻ ആയിട്ട് നമുക്ക് പറയാനുള്ളത് അല്ലേ. പിന്നെ ഇപ്പോഴത്തെ കംഫർട്ടബിൾ ആണ്. അതെ, മൽച്ചന്തിരി മൽക്കോട്ടം എന്നൊക്കെ പറയുമ്പോൾ അത്രയും നല്ല അടിപൊളി ഐറ്റം ആണ് വരുന്നത്. ഈ ഒരു ലെവൻഡർ ഷെയ്ഡും കൂടി ഒന്ന് എടുത്തിട്ട് അതിന്റെ ആ വർക്കാണ് എനിക്ക് മെയിനായിട്ട് കാണിക്കാൻ. അതെ, ഇത് മൽച്ചന്തിരി ഈ ഒരു വർക്ക്, ഇത് തുറക്കണ്ടേ, ഇതിന്റെ ഈ ഒരു വർക്കാണ് മെയിനായിട്ട് എടുത്ത് പറയാനുള്ളത്. കണ്ടോ, ആ ഒരു എംബ്രോയിഡറിയുടെ നീറ്റ്നെസ്, ആ ഒരു വർക്ക്, അതുപോലെ തന്നെ സ്ലീവിലും ഈ ഒരു വർക്ക് പോയിട്ടുണ്ട്. നല്ല ഒരു ഇതിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് ഇതിന്റെ ലുക്ക് വരുന്നത്. ഇതുപോലത്തെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അപ്പൊ ഫോൺ അടിക്കണ്ടല്ലേ അതിന്റെ. ഓക്കെ, അപ്പൊ ഇത് ഒരു പ്രീമിയം സെക്ഷൻ. ഇത് കൂടാതെ ഇപ്പുറത്തും കാണുന്നത് എത്നിക് വെയർ സെക്ഷൻ. ഇത് എത്നിക്, നമ്മുടെ കോട്ടണിൽ വന്നതാണ്. പ്യുവർ കോട്ടണില്, പ്യുവർ കോട്ടൺ വരുന്നുണ്ട്. വെർട്ടിക്കലില് വരുന്നുണ്ട് പ്യുവർ കോട്ടണില്. പിന്നെ ഒരു ഇത് നല്ല പാകിസ്ഥാനി പോലത്തെ പാറ്റേണിൽ വരുന്നുണ്ട്. ഒരു രണ്ടെണ്ണമൊക്കെ ഒന്ന് എടുക്കാൻ പറ്റും. ഈ സെക്ഷൻ ആരാ ശരിക്കും, ഇങ്ങോരാണോ ഡീല്? ഞങ്ങൾ എല്ലാവരും അതിലാണല്ലോ. നമ്മ അങ്ങനെയല്ല, ഓൾ ഇൻ വൺ ആയിട്ട് എല്ലാം സെറ്റ് ചെയ്യலாம். ഞങ്ങൾ മുതലാളി ആയാലും തൊഴിലാളികളുടെ ഒരു റോളും കൂടിയാണ് അല്ലേ. ഇത് കോട്ടണിൽ വരുന്നത് കേട്ടോ. ഇത് കോട്ടൺ ഇങ്ങനെ ഒരു വീനക്കിൽ ഇവിടെ ഇങ്ങനെ ഡീറ്റെയിലിംഗ് വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് നമുക്ക് ഇങ്ങനത്തെ നെക്ക് വരുന്നുണ്ട്, കോളറിന് മിക്ക കോട്ടണിലും ക്രോഷ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു പ്രീമിയം ലുക്ക് തോന്നിക്കാം. ക്രോഷ്യ എന്ന് പറയുമ്പോ കുറച്ച് പ്രീമിയം ആണ്. അപ്പൊ അതില് ക്രോഷ ലേസ് വരുന്നുണ്ട്. അടിയിലും വരുന്നുണ്ട്, സ്ലീവിലും വരുന്നുണ്ട്. ഓക്കെ, ഈ ഒരു സ്ലീവിന്റെ ലേസ്, ഈ ഒരു സ്ലീവ് പോർഷനിലും ഇതുപോലെ തന്നെ ക്രോഷ്യയുടെ ഡീറ്റെയിലിംഗ് കൂടിയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഇതിൽ ക്രോഷ്യയുടെ തന്നെയല്ല കേട്ടോ, ഒരുപാട് വർക്ക്സ് വരുന്നുണ്ട്. ഇതിപ്പോ ഒരു നടുക്കിൽ ഇങ്ങനെ ഒരു ഫ്ലീറ്റ് ടൈപ്പ് ആയിട്ട് വരുന്ന ഒരു കോട്ടന്റെ, എന്നാൽ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി, എന്നാൽ നമുക്ക് എന്താ പറയാ കുത്തി തുറക്കണ. ഇപ്പൊ ഇത് നമുക്ക് ഈ ജോർജറ്റ് അല്ലെങ്കിൽ മൽച്ചന്തേരി അങ്ങനത്തെ ഒന്നും ഫാബ്രിക് യൂസ് ചെയ്യാത്തവർക്കാണ് ഈ ഒരു കോട്ടന്റെ ഈ ഒരു സെക്ഷൻ മൊത്തം വെച്ചിരിക്കണത്. പക്ഷെ എനിക്ക് ഈ ഒരു ഷിഫോൺ, ജോർജ് ആണെങ്കിൽ ഒരു മൽച്ചന്തേരി, മൽക്കോട്ട അതിലേക്കൊക്കെ എന്റെ കൈ കൂടുതൽ പോകണോ. ഇത് കണ്ടോ, കാണുമ്പോ തന്നെ ഒരു ഇംപ്രഷൻ തോന്നുന്നു ഇല്ലേ എനിക്ക്. ഞാൻ ഒന്ന് കണ്ണോടയിൽ ഒന്ന് നോക്കട്ടെ. എത്ര നമ്മൾ ജീൻസ്, എത്ര നമ്മൾ വെസ്റ്റേൺ ഇട്ടാലും ഒരു എത്നിക് എന്ന് പറയുമ്പോ ഒരു ലെവല് വേറെ തന്നെ ഇല്ലേ. ഒരു രണ്ടുമായിട്ട് സെമിയായിട്ട് യൂസ് ചെയ്യാതെ ഓവർ വർക്കില്ല, സിമ്പിൾ ആയിട്ട്. എന്നാൽ ഇതിൽ തന്നെ 4-5 ഷെയ്ഡ്സ് വരുന്നുണ്ട്. ഒരു പിങ്ക് ഷെയ്ഡും കൂടി ഞാൻ അവിടെ, ബേബി പിങ്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ലൈം ഗ്രീൻ വരുന്നുണ്ട്. പക്ഷെ എനിക്ക് കൂടുതൽ പിങ്ക്, വൈറ്റ്, അത് ഓരോരുത്തരുടെ ടേസ്റ്റ് ഉണ്ട്. ഓരോരുത്തരുടെ ടേസ്റ്റുള്ള ഐറ്റം ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ ഇതിന് ഇതിന് പാന്റും അതുപോലെ തന്നെ പാന്റ് മീൻസ് പലോസോ ടൈപ്പ് ആണ് വരുന്നത്. പിന്നെ ഇതിന്റെ ദുപ്പട്ടയും വരുമ്പോ ആ ഒരു ഫിനിഷിങ്ങോട് കൂടി ആ സൈഡ് ഫിനിഷിംഗ് ഒക്കെ കണ്ടാൽ തന്നെ നമുക്ക് അറിയാം നല്ലൊരു ലുക്ക് അല്ലെ. അതിന്റെ ഒരു ഗ്ലേസിങ്ങും ഫിനിഷിങ്ങും ഒക്കെ കാണുമ്പോ തന്നെ. പിന്നെ ഇതെന്താ സംഭവം? അത് നമ്മുടെ കോട്ടണിൽ തന്നെ വന്നതാണ്. ഇത് മൽക്കോട്ടനിൽ ഇതാണ് ഇതിന്റെ ലുക്ക്. അപ്പൊ ഇങ്ങനെ ഫ്രില്ലുള്ളത് വേണം, നടുക്കിൽ ഫ്ലീറ്റ് വർക്ക് വേണം, ഏത് മോഡൽ വേണമെങ്കിലും ഉണ്ട്. അപ്പൊ ഞാൻ വീണ്ടും പറയാണ്, ഒരു 20 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട് നമ്മുടെ ഈ ഒരു ഡെസ്റ്റിനേഷൻ. അവിടെയും ഇവിടെയും സെയിം പേര് തന്നെ. അപ്പൊ പിന്നെ വേറെ എവിടെയുള്ളത്? ആലപ്പുഴയിലുണ്ട്, ഇരുമ്പനത്തുണ്ട്. ഞാൻ ഇപ്പൊ നിക്കണതും ആലപ്പുഴ തന്നെയാണ് കേട്ടോ. അപ്പൊ ശരിക്കും പറഞ്ഞ ആലപ്പുഴ, എറണാകുളം, അരൂരിന്റെയും ബോർഡറാണ്. ഇവര് അങ്ങോട്ടും അവസ്ഥയിലാണ് ഇപ്പൊ ഇവര് നിൽക്കണത്. അപ്പൊ എറണാകുളം, ആലപ്പുഴ രണ്ടിന്റെയും ബോർഡറായിട്ട് അരൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. ഇത് കൂടാണ്ട് പിന്നെ ആലപ്പുഴ, ശരിക്കും ആലപ്പുഴ പ്രോപ്പർ അവിടെ ഏതാ സ്ഥലം പറയാ?
അവിടെ തിരുവമ്പാടി ആ സ്ഥലത്താണ്. അവിടെ ഒരു ഷോപ്പും കൂടി ഉണ്ട് സെയിം പേരിൽ തന്നെയാണ്. അവിടെയും ഈ പറഞ്ഞ പോലെ ലേഡീസിന്റെ ഐറ്റംസ് ഒക്കെ ഉണ്ടോ അല്ലെങ്കിൽ അവിടെ സ്റ്റാർട്ട് ചെയ്തത് മെൻസാണ്. പിന്നെയാണ് നമ്മ ഇപ്പൊ വലിയൊരു ഫാമിലി ഇതായിട്ട് കൊണ്ടുവന്നിരിക്കുക. അപ്പൊ എല്ലാം ഫാമിലി വെൽക്കം അല്ലേ? അതെ, എല്ലാം കിട്ടും. കിഡ്സിന്റെ കയറണുള്ളൂ കേട്ടോ. കിഡ്സിന്റെ പറഞ്ഞാൽ കിഡു ഐറ്റം കിഡു ഐറ്റാണ്. ഇത് നോക്കിയാൽ കോട്ടന്റെയില് ഇത് അജ്രക്കില് വന്നതാണ് നമ്മളെ. ഇതിനും ക്രോഷ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്രീമിയം ലുക്ക്, അതായത് നോർമൽ കോട്ടൺ അല്ലാണ്ട് പ്രീമിയം ലുക്ക് തോന്നിക്കാൻ വേണ്ടി ക്രോഷ ആഡ് ചെയ്ത് വന്നൊരു ഐറ്റാണ്. ഇനിയിപ്പോ ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 സൈഡ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. 2 സൈഡ് പോക്കറ്റും കൂടി ആഡ് ആക്കിയിട്ടുണ്ട്. നോർമൽ പോക്കറ്റ് ഇത്തിരി കുറവാണ്. ഒരു കഷ്ണം തുണി പോയി കഴിഞ്ഞാൽ അതിന് കോസ്റ്റ് കൂടും. പക്ഷെ അതല്ല, നമ്മൾ കോസ്റ്റ് അല്ല നോക്കിയത്, ഭംഗിയാണ്. നല്ല കോട്ടൺ 60 കോട്ടൺ ആണ് കേട്ടോ ഇത് യൂസ് ചെയ്തത്. അപ്പൊ ഇത് കോട്ടന്റെ ഒരു സെക്ഷൻ. അപ്പൊ എത്തനിക് സത്യം പറയുകയാണെങ്കിൽ ഇവിടെ കയറി വരുമ്പോൾ ഒരു വെസ്റ്റേൺ ഫീൽ, ആ ഫീല് തന്നെയാണ്. ഇനി ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് എവിടെ നിന്നാണ് നമ്മൾ എടുത്ത് വെയർ ചെയ്തിരിക്കുന്നത്? ഈ ഒരു സെക്ഷനിൽ നിന്നാണ് ഡെനിമിന്റെ ഒരു കോട്ട് സെറ്റുകളും ഇവിടെ ഇരിക്കുന്നു. ഇത് മൊത്തം നമുക്ക് ഡെനിമിന്റെ ഷർട്ട്സ്. നേരത്തെ നമ്മൾ ജെൻസിന്റെ കാണിച്ചില്ലേ ഡെനിമിന്റെ ഷർട്ട്സ്, അതേപോലെ തന്നെ ലേഡീസിന്റെ ഡെനിമിന്റെ ഷോർട്ട്സും ഉണ്ടെന്ന്. ഷർട്ടാണോ ടീഷർട്ട് ഇതൊക്കെ ശരിക്കും ഫങ്ഷനബിൾ അല്ല. പക്ഷെ ഞാൻ നേരത്തെ കണ്ടപ്പോൾ ഇത് വിചാരിച്ചു ഷർട്ടാണെന്ന ഒരു ഫീലിംഗ്. ശരിക്കും ഇങ്ങോട്ടാണോ വെസ്റ്റേണിൽ വരുന്നത്? ഇങ്ങോട്ട് മൈക്ക് എടുക്കട്ടോ എന്ന്. എനിക്ക് മിസ്റ്റേക്ക് പറ്റുമോ? എന്ത് മിസ്റ്റേക്ക് പറ്റണോ? ഒരു ഓണറാണ്. ഓക്കെ, നമുക്ക് ഈ വെസ്റ്റേണിൽ വരുമ്പോ ഇങ്ങോട്ട് കൂടെ നിൽക്ക്. നമുക്ക് വെസ്റ്റേണിൽ വരുമ്പോ എങ്ങനെയാ നമുക്ക് ഈ ഒരു സെക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ? ഇത് കോട്ട് സെറ്റ് ആണ്. പാന്റും പാന്റ് കൂടെ വരുന്നുണ്ട്. പാന്റ് ഇതിൽ കൂടെ വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഇത് എടുത്തപ്പോ ഇതിൽ പാന്റ് വന്ന് ഇവിടുത്തെ ഡെനിം ഷർട്ട്. ഓക്കെ, ആക്ച്വലി ഈ സൈഡ് ആണെങ്കിൽ ഇത് ഷർട്ട് മാത്രം. ഡെനിമിന്റെ ഷർട്ട്സ് പ്രിന്റഡിലും ഇതൊക്കെ ഇട്ടത്. ഇപ്പൊ ഇതൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് അതിലൊരു എംബ്രോയിഡറി, ഇതൊക്കെ എംബ്രോയിഡറിയിൽ വരുന്നത്. അത് കൂടാണ്ട് ഇത് പ്രിന്റിൽ വരുന്നുണ്ട്. ഡെനിമിന്റെ തന്നെ ഫ്രോക്ക്, ഈ ടൂണിക് സ്റ്റൈലിൽ വരുന്നത്. എന്നാൽ ഇത് ടൂണിക് അല്ലാണ്ട് നമുക്ക് 2 പീസ് ആയിട്ട് കോട്ട് സെറ്റ് ആയിട്ട് വേണമെന്ന് വെച്ചാൽ അതിന്റെയും കളക്ഷൻസ് ഉണ്ട്. ഇതും ഡെനിം തന്നെയാണ് അല്ലേ? രണ്ടും കൂടി മിക്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഡെനിമിൻ്റെയും എല്ലായിടത്തും അങ്ങനെ കിട്ടില്ല. കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ ഒന്നെങ്കിൽ ഷർട്ട് മാത്രമായിരിക്കും, അല്ലെങ്കിൽ പാൻറ് മാത്രമായിരിക്കും. ജീൻസിന്റെ കാര്യം പറയണത് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ അതെ, പ്രിന്റിൽ തന്നെ ഇതിന്റെ കൂടെ ഇതിന്റെ പാൻറ് വരുന്നുണ്ട്. പാൻറ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഇത് സൈസസ് ഒക്കെ എങ്ങനെയാ വരുന്നത്? ഇത് XL, ലാർജ്, അങ്ങനെ. ഇപ്പൊ ഷർട്ട് ലാർജ് ആണെങ്കിൽ ഇതിന് കൂടെ പാന്റും ആ ഒരു സൈസ് തന്നെയാണ് വരുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ കുറച്ച് കളക്ഷൻസ് ഞാനിപ്പോ പെട്ടെന്ന് കാണിക്കാം. ബാക്കിയുള്ളത് നിങ്ങൾ നേരിട്ട് വരാം, അല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്തിട്ടായാലും കളക്ഷൻസ് കാണാം. പിന്നെ നമുക്ക് ഓൺലൈനുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മെറ്റീരിയൽ ആണ്. ഇപ്പൊ ഇതിനെ കുറിച്ച് പറയാം. ഈ മെറ്റീരിയൽ പേര് ഞാൻ പറയൂല, നേരിട്ട് വരാം അല്ലെ, ഇതറിയണമെങ്കിൽ അല്ലെ, അത് നമ്മൾ പറയരുത്. ആ മെറ്റീരിയൽ ഒക്കെ ശരിക്കും നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ ഏകദേശം ഒരു മെറ്റീരിയലിനെ അറിയാൻ പറ്റും. പക്ഷെ നമ്മൾ പറയൂല. കാരണം വെച്ചാൽ ഇത് ഇട്ടാൽ തന്നെ ആ ഒരു ഫീലിംഗ് കിട്ടണം. തൊട്ടിട്ടല്ല, ഇട്ടിട്ട് ഫീൽ ചെയ്യണം. ആ ഒരു മെറ്റീരിയലാണ് കംഫർട്ട് എന്ന് പറയുമ്പോൾ ലേഡീസിന്റെ ലുക്ക് മാറി നിൽക്കും. അപ്പൊ ഇതിന്റെ തന്നെ ഒരുപാട് കളേഴ്സും കളക്ഷൻസും ഉണ്ട് കേട്ടോ. അപ്പൊ ഇതും ഇതല്ലേ, ഇതൊക്കെ 2 പീസ് അല്ലേ വരുന്നത്? 2 പീസ് ആണ്. അതിന്റെ പാന്റിന്റെ ബാക്ക് മറക്കണ്ട, ബാക്കിലും ഉണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ നല്ല നല്ല കളക്ഷൻസ് വരുന്നുണ്ട്. ഒക്കെ ഡിഫറെന്റ് മെറ്റീരിയൽസ്. പിന്നെ എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് കളക്ഷൻസ് കാണണമെങ്കിൽ ഇവരുടെ ഇൻസ്റ്റാ പേജ് ഒന്ന് ഫോളോ ചെയ്താൽ മതി. പിന്നെ ഞാൻ ഷർട്ട് ഇവിടെ നിന്ന് ഇതിന്റെ ഇത് മറന്നു പോണ്ട. ഇത് ഗൗൺ എന്ന് പറയുമ്പോ എങ്ങനെയാ? വെസ്റ്റേൺ ഗൗൺസ്. വാവ്, അടിപൊളി കേട്ടോ. ഇതിന്റെ ഒരു മെറ്റീരിയൽ ഇല്ല, ഇമ്പോർട്ടഡ് ഫൈബ്രിക് അല്ലേ? ഒരു വെൽവെറ്റ് ടച്ച് എന്നൊക്കെ പറയില്ലേ, ഒരു ഇമ്പോർട്ടഡ് ഫൈബ്രിക്. ഇമ്പോർട്ടഡ് തന്നെയാണ് ഈ ഇരിക്കുന്നത്. ഒരുവിധം മിക്ക ഐറ്റംസ് ഒക്കെ ഇമ്പോർട്ടഡ് തന്നെയാണ്. ഇതൊരു വെൽവെറ്റ് ഫിനിഷിങ്, വെൽവെറ്റ് ടച്ച് ആണ് വരുന്നത്. ഇനി ഇടുമ്പോൾ കുത്തി തറയ്ക്കുക എന്നുള്ളത് വന്ന് ട്രയൽ റൂമിൽ വന്ന് ഇട്ട് നോക്കാം അല്ലേ? ഓക്കെ, ഇത് കളേഴ്സ് ഉണ്ട് കേട്ടോ. പിന്നെ അത് കൂടാണ്ട് ഡെനിമിൻ്റെ തന്നെ ഫുള്ള് ലോങ് ആയിട്ട് വരുന്നുണ്ട്. അതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഉള്ളത് നമുക്ക് ആസ് യൂഷ്വൽ ക്രോഷ്യ, കുറച്ച് പ്രീമിയം ആക്കണം എന്ന് പറയണത്. ഞാൻ പറയൂല, നിങ്ങൾ പഠിച്ചോ. ഞാൻ അത് അവിടെ മൈക്ക് അവിടെ വെച്ചു കൊടുക്കട്ടെ. ആരായാലും പറയണ്ടേ നമുക്ക്. എന്താ നിങ്ങളുടെ പേരൊന്നും ഞാൻ ചോദിച്ചില്ല. ആമീൻ. പിന്നെ ഷെറിൻ. ഓക്കെ, പിൻട്രസ്റ്റ് പറയൂ. ഇത് പിൻട്രസ്റ്റ് വൈബായിട്ടുള്ള ഇതാണ്. കുറച്ച് ഫുൾ ആയിട്ട്
ഷഗ് ഒക്കെ വന്നിട്ട് ആ ഒരു ടൈപ്പ് ട്രെൻഡ് അതാണല്ലോ. കാണുമ്പോ തോന്നണില്ലേ ഒരു തവണയെങ്കിലും ഒന്ന് ഇട്ട് നോക്കണം എന്ന്. അങ്ങനത്തെ ഐറ്റാണ് കേട്ടോ ഈ ഒരു ഐറ്റം വരുന്നത്. അപ്പൊ അതില് 3/4 വരുന്നുണ്ട്, ഫുൾ ലോങ് ആയിട്ട് വരുന്നുണ്ട്. ഇവരുടെ ഭാഷയിൽ പറയണേ അതെ സൂപ്പർ അല്ലേ. ആ പിന്നെ ഇതെന്ന് പറയുമ്പോ കുറച്ച് സിൽക്കി ടൈപ്പ് ആയിട്ടുള്ളത്, കുറച്ച് സിൽക്കി വൈബ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇത് ടൂണിക് സ്റ്റൈലാണ് കേട്ടോ ഇത് വരുന്നത്. കുറച്ചിങ്ങനെ ഫ്ലയർ ടൈപ്പ് ആയിട്ടുള്ള ടൂണിക് സ്റ്റൈലില് കുറച്ച് നമ്മൾ ഈ ഷോർട്ട് ടോപ്പ് ഇടാൻ വേണ്ടിയുള്ളവർക്ക് ഇച്ചിരി കൂടി കുറച്ച് ബാക്കൊക്കെ വൃത്തിയായിട്ട് വരാം. പിന്നെ ഇതൊക്കെ കോട്ടൺ, പ്യുവർ കോട്ടണിൽ വരുന്ന കളക്ഷൻസ് ആണ് ഇതൊക്കെ വരുന്നത്. പിന്നെ നമുക്ക് പാൻസ് എന്ന് പറയുമ്പോൾ ലേഡീസ് എല്ലാരും ചൂസ് ചെയ്യുന്നത് നമുക്ക് ഒരു സ്കൈ ബ്ലൂ ആ ഒരു ബ്ലാക്ക്, പക്ഷെ വൈറ്റും ഉണ്ട് ഇവിടെ, ഓഫ് വൈറ്റ് ഉണ്ട്. അതും ഡെനിമില് തന്നെ. സൈസസ് എങ്ങനെ വരും നമുക്ക് കിട്ടും? 28 മുതൽ സ്റ്റാർട്ട് ചെയ്യണത്. എത്ര വരയ്ക്ക് പോകും? 36, ചില സൈസിൽ 38 വരെ വരും. അപ്പൊ ഇത് ഫുൾ ഇത് ഞാൻ ഇട്ടിരിക്കുന്ന പാന്റ് ഇതല്ലേ? അല്ല ഇതല്ല. ഓ ഈ ഐറ്റം ആണ് അല്ലേ? ആസിഡ് വാഷ് ആണ്. അതുകൊണ്ട് തന്നെ എത്ര വേണമെങ്കിലും ഒരു മാസം വരെ നമ്മൾ ഉപയോഗിച്ചാൽ അലക്കാണ്ട് ഉപയോഗിച്ചാലും കേട് വരും ആ ഐറ്റം. അപ്പൊ അതാ ഇത് ഞാൻ ഇത് കണ്ടില്ല കേട്ടോ ശരിക്കും ഇവിടെ വന്നു. അല്ലെങ്കിൽ ഞാൻ ഇത് ആദ്യം എടുത്ത് ഇട്ടാണ്. പക്ഷെ ഇതിന് മാച്ച് ആവാത്തത് കൊണ്ട് പിന്നെ വിട്ട് കളഞ്ഞതാണ്. ഇതിന്റെ ഫ്ലെയർ ആണ് നോക്കേണ്ടത്. കുറച്ച് വിട്ടുണ്ട്, നല്ല ഇപ്പൊ ട്രെൻഡിൽ നിൽക്കുന്ന ഒരു സംഭവം കൂടിയാണ് കേട്ടോ ഈ ഒരു ഫ്ലയർ ടൈപ്പ് അതെ ഒരു ബലൂൺ ടൈപ്പ് സ്റ്റൈലിലുള്ളത് വേണമെന്ന് വെച്ചാൽ അതൊക്കെ ചോദിച്ചാൽ ഇവിടെ ഉണ്ട് കേട്ടോ. ഞാനിപ്പോ ഈ പെട്ടെന്ന് ഫിറ്റ് ഉണ്ട്, എല്ലാ ഫിറ്റും ഉണ്ട്. ഏത് ഫിറ്റ് വേണമെങ്കിൽ നിങ്ങൾ അരയായിട്ട് വന്നാൽ മതി, നമ്മളിവിടെ ഫിറ്റ് ചെയ്ത് തരും അല്ലേ. പിന്നെ ഈ ഒരു സൈഡ് പറഞ്ഞു ഈ ഒരു ഇത് നമ്മുടെ ലേസർ കട്ട് തന്നെയാണ്. ലേസർ കട്ടിന്റെ ഡിവോഷന്റെ കേട്ടോ. ഇത് കുറച്ചുകൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും നമ്മൾ നോർമൽ വിട്ടിട്ട് അല്ലേ. ഒരു ലേസർ കട്ട് തന്നെ വന്നിട്ടുള്ളത്. ഓ കണ്ടോ, ഇത് കട്ട് വർക്ക് ആണ് ഇതിൽ മെയിൻ ആയിട്ട് വന്നിരിക്കുന്നത്. പിന്നെ എത്ര ടമ്മി ഉണ്ടെങ്കിലും നമുക്ക് ഒരു പ്രശ്നമില്ല. ഇവിടെ ഇങ്ങനെ ഫ്രില്ലുണ്ട്, ഹൈഡ് ചെയ്ത് നിൽക്കും. അതിൽ തന്നെ കുറച്ച് പ്രീമിയം. അത് ഇമ്പോർട്ടഡ് ആണ്. അതെ, പക്ഷെ രണ്ടിനും രണ്ട് മെറ്റീരിയലിന്റെ രണ്ട് പാറ്റേൺ ഡിഫറെന്റ് ആണ് കേട്ടോ. ഇതിലിപ്പോ രണ്ടെണ്ണത്തിൽ ചൂസ് ചെയ്യാനായിട്ട് എന്നോട് പറയുകയാണെങ്കിൽ അഫ്കോഴ്സ് ഞാൻ എടുക്കുന്നത് ഇതായിരിക്കും അല്ലെ. ഒരു സെമി കാഷ്വൽ ആയിട്ട് യൂസ് ചെയ്യാം അല്ലെ. കുറച്ച് ഇതിപ്പോ നമുക്ക് നോർമൽ തന്നെയല്ല, നമുക്ക് ഇത് ഫംഗ്ഷനും ഈവന്റിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കളക്ഷൻ അല്ലെ. ബർത്ത്ഡേ ഞാൻ ഇവിടെ കല്യാണത്തിന്റെ കാര്യം പറയുമ്പോ ബർത്ത്ഡേ പറഞ്ഞേക്കണത്. ഓക്കെ ദാ ഇത് അത് മുകളിൽ വെച്ചോ. അപ്പോഴേക്കും നമുക്ക് ഇവിടെ കുറച്ച് ഷർട്ട് ഇത് നമ്മുടെ ഇത് ത്രെഡ് വർക്ക് അല്ലേ? ത്രെഡ് വർക്ക് വന്നത് എംബ്രോയിഡറി, ത്രെഡ് വർക്ക്, ലേസ് വർക്ക്. അതെ ലേസ് വർക്ക്. ഇത് നമ്മ പ്ലെയിനിൽ ഉദ്ദേശിച്ചില്ല, വർക്ക് ഹാൻഡ് തന്നെ നമുക്ക് ആ ഒരു കംഫർട്ടബിൾ കയ്യിൽ ചെയ്യാൻ വേണ്ടിയിട്ടില്ല. പിന്നെ കോഡ്രോയിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഏത് മെറ്റീരിയൽ ഇതൊക്കെ നമുക്ക് ഇമ്പോർട്ടഡ് ആയിട്ട് വെസ്റ്റേൺ സ്റ്റൈലിൽ വരുന്ന കുറെ അടിപൊളി കളക്ഷൻസ് ആണ് ഇത് വരുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു സ്റ്റൈലിൽ തന്നെയല്ല, നമുക്ക് ഇവിടെ കുറച്ചുകൂടി ടൂണിക് സ്റ്റൈലിലുള്ള ഐറ്റംസ് വരുന്നുണ്ട്. പെട്ടെന്ന് കാണിച്ചു പോകാം. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് കാണിക്കാനും ഉണ്ട്, കാണിച്ചാലും തീരില്ലാത്ത ഒരു കളക്ഷൻസ്. പിന്നെ നിങ്ങൾക്ക് വെയർ ഹൗസ് ഒക്കെ ഉണ്ട് അല്ലേ? അതൊക്കെ ഇത് பார்த்தா ഇവിടെ അടുത്ത് തന്നെയാണോ? അപ്പോൾ ഇത് ത്രെഡ് വർക്ക് കേട്ടോ. ഇതൊക്കെ നമുക്ക് സൈസസ് സ്മോൾ സൈസസും ഉണ്ടാവും. അതൊക്കെ ഉണ്ട്. ടീനേജ് അതന്നെ ടീനേജ് സ്റ്റൈലിലുള്ളത്. പിന്നെ ഡെനിമിന്റെ ഷർട്ട് അത് ശരിക്കും അവിടെ വെക്കേണ്ടതായിരുന്നു, പക്ഷെ അത് ഇതൊരു ട്രെൻഡിന് വേണ്ടി അങ്ങോട്ട് വെച്ചതാണ്. ട്രെൻഡിന് വേണ്ടി അങ്ങോട്ട് വെച്ചതാണ്, ഒരു വ്യൂ കിട്ടാൻ വേണ്ടി. അതെ, പക്ഷെ എല്ലാരും എടുത്തു പോകുന്നുണ്ട് കേട്ടോ. ഏരിയ വൈസ് ആയാലും നല്ലൊരു, പിന്നെ പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടോ, ആ കാര്യം മറക്കരുത്. ഇത് ലോങ് ഗൗൺസിന്റെ ഇത് കുറച്ച് പ്രീമിയം ആണോ? ഒരു ഇത്തിരി പ്രീമിയം ആണ്, എന്നാലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഇത് 2 പീസ് ആണോ വരുന്നത്? ഇതിപ്പോ നേരത്തെ നമ്മൾ അവിടെ പറഞ്ഞ ലോങ് കണ്ടില്ലേ ഡെനിമിന്റെ, അത് അവിടെ 2-3 പീസ് അതിന്റെ തന്നെ ഡിഫറെന്റ് കളേഴ്സ്. ചൈനീസ് ഓർഗൻസ ആണ് ഇത് വന്നത്. ഈ ഓർഗൻസ, ഈ മെറ്റീരിയൽ ഒന്ന് നോക്കിയൊക്കെ, ഷിമ്മർ ഓർഗൻസ, ചൈനീസ് ഓർഗൻസ, പിൻട്രസ്റ്റ് ട്രെൻഡ് ആയിട്ടുള്ള സാധനങ്ങൾ. ഇതൊക്കെ ഞങ്ങൾ ഇങ്ങനെ തപ്പി കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇതിന്റെ മെറ്റീരിയൽ, ഇതിന്റെ കളേഴ്സ് ഒന്ന് നോക്കിയൊക്കെ തന്നെ അറിയാൻ പറ്റും. ഒരു ഗ്ലേസിംഗ് ടൈപ്പ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇത് ഫംഗ്ഷനും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കളക്ഷൻ ആട്ടോ. ബാക്കിലാണ് ഇതിന്റെ ഹിഡൻ സിപ്പ്. നല്ല രസമുണ്ട്, നല്ല ന്യൂഡ് ഷെയ്ഡ്സ് ആണ്. അല്ല അതൊക്കെ ലൈറ്റ് ഷെയ്ഡ്സും ഉണ്ട്, ഡാർക്സും ഉണ്ട്, മിക്സ് മാച്ച് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെ വിട്ടുപോയി ഈ ഒരു സ്റ്റൈൽ, റോംബർ സ്റ്റൈല്. പിന്നെ എല്ലാത്തിലും ഇത്തിരി ലെങ്ത് കൂടുതലായാലും പ്രശ്നമാക്കണ്ട, കാരണം ഇവിടെ ഒരു സ്ട്രാപ്പ് കൊടുത്തിട്ടുണ്ട്, ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ വാങ്ങുന്നത്. അപ്പൊ എത്ര ലെങ്ത് വേണമെങ്കിലും. ഇവരൊക്കെ നല്ല ഹൈറ്റ് ഉള്ളവരാ. എത്ര അടി ഉണ്ട്? 5 നോക്കിയിട്ടില്ല. അതൊന്നും ഇങ്ങനെ ചോക്കിയരുത്, ഓപ്പൺ ആയിട്ടില്ല എത്ര ഹൈറ്റ് ഉണ്ടെന്നില്ല. നിങ്ങൾ വെച്ച് നോക്കിയേ. എനിക്ക് കണ്ടോ
എന്നുവെച്ചാൽ അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ളവരും ലെങ്ത് ഇല്ലാത്തവർക്ക് അതിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റിയിട്ടുള്ള നല്ല 2 പീസുകൾ. ഇതിന് കൂടെ തന്നെ വരുന്നതല്ലേ? ടു പീസ് ആയിട്ടാണ്. ആ ഓക്കെ. അപ്പൊ ഇനി ഇത് കൂടാണ്ട് നമുക്ക് ഈ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ മൊത്തം എനിക്ക് പക്ഷെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു മോഡൽ ഈ ഒരു എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു മോഡലാണ്. ഇതാവുമ്പോൾ ഭയങ്കര ലൂസ് കംഫർട്ടബിൾ, കുറച്ചുകൂടിയും സിമ്പിൾ ആയിട്ട് നമുക്ക് ട്രാവലിങ്ങിനായാലും എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലും കൂടിയാണ്. അതുപോലെ ഷർട്ട്സ് എല്ലാ ഐറ്റം ഉണ്ട് കേട്ടോ. നമ്മൾ ഏതൊക്കെ എടുത്ത് കാണിക്കൂലേ? കുറെ ഉണ്ടല്ലേ? പെട്ടെന്ന് എടുത്ത് കാണിച്ചേ. ഇതിന്റെ ഒരു ഹൈലൈറ്റ് പറയട്ടെ. ഇത് ഇങ്ങനെ വേണമെങ്കിലും ഇടാം, ഇങ്ങനെ വേണമെങ്കിലും ഇടാം. ആരും ഒന്നും പറയാനൊന്നും പോലില്ലേ? ആരും എന്ത് പറയാനായിട്ട്? കാരണം ഇതൊക്കെ ഇവിടെ ബട്ടനുണ്ട്. പെട്ടെന്ന് ഇത് കാണുമ്പോൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഇത് ഫ്രണ്ട് ആയിട്ട് തോന്നുള്ളൂ. പിന്നെ ഇങ്ങനെ നോക്കുക, ഇതാണ് ഫ്രണ്ട്, അങ്ങനെയാണ്. അപ്പൊ ഇതൊരു ട്രെൻഡിങ് ആയിട്ടുള്ള പിൻട്രസ്റ്റ് സാധനമാണ്. ഇതാണ് മെറ്റീരിയൽ അടിപൊളിയായിട്ട് ഒരു റിങ്കിൾ മെറ്റീരിയലില് ആഡ് ചെയ്തിട്ട് ഒരു പിൻട്രസ്റ്റ് ഡ്രസ്സ് അന്വേഷിക്കുന്നവർക്ക് ഇത് മാത്രമല്ല ഒരുപാട് കളക്ഷൻസ് ഒരുക്കി വെച്ചിട്ടുണ്ട്. വൈഡ് വെറൈറ്റി ആയിട്ടാണ് നമ്മള് സെറ്റ് ചെയ്ത് വെച്ചിരിക്കണത് അല്ലേ? ഇപ്പൊ നിങ്ങൾ ഇട്ടിരിക്കുന്നതൊക്കെ ഇവിടുത്തെ തന്നെയല്ലേ ഈ ഡ്രസ്സസ് ഷർട്ട്സ് ഒക്കെ? ഇതൊക്കെ ഇപ്പൊ പുതിയത് എടുത്തിട്ടത് അല്ലെങ്കിൽ നമ്മള് വീട്ടിൽ നിന്ന് ഇട്ട് വന്നതാണോ? ഇതൊക്കെ ഞങ്ങളുടെ ഇനിയല്ലേ? എന്ത് ചോദ്യം ചേച്ചി ചോദിക്കണേ? ഇഷ്ടമുള്ളത് ഏത് വേണേലും ഞങ്ങൾക്ക് എപ്പോഴേലും എടുത്ത് ഇടാലോ എന്നല്ലേ? അപ്പൊ ഈ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കളക്ഷൻസ് ഒന്ന് നോക്കി നോക്കിയാൽ അപ്പൊ ജസ്റ്റ് അറിയാൻ പറ്റും. ഒരു പിൻട്രസ്റ്റ് സ്റ്റൈലിലുള്ള കുറച്ച് നല്ല നല്ല വെറൈറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഫുൾ ഷർട്ട്സ്, ടീഷർട്ട്, അപ്പൊ കളേഴ്സും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മെറ്റീരിയൽ വീണ്ടും പറയാണ്, നേരിട്ട് വരാം. നല്ല മെറ്റീരിയൽസ് ഓൺലൈനിലും കൂടെ അവൈലബിൾ ആണ്. അതാ ഞാൻ പറയാം, ഓൺലൈനിൽ നമ്മൾ മേടിക്കാലും നമുക്ക് ആ ഒരു റിഗ്രറ്റ് ഫീൽ ചെയ്യില്ല. ഇവിടെ വരാൻ പറ്റാത്ത ഒരു ഓൺലൈൻ സർവീസ് നമ്മള് ചെയ്യുന്നുണ്ട്. അത് കുറെ ടൈം എടുത്തൊന്നല്ല ചെയ്യണത്, പെട്ടെന്ന് തന്നെ നമ്മൾ ഡിസ്പാച്ച് ചെയ്യാൻ നോക്കണം. വർത്താനം പറഞ്ഞ സമയം പോയി തരുന്നില്ല. കുട്ടികളുടെ കളക്ഷൻസ് ഉണ്ട്. അതെ, കുട്ടികളുടെ എന്ന് പറഞ്ഞാൽ ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ. ഇവിടെ ബോയ്സ് ആണെങ്കിൽ അപ്പുറത്ത് ഗേൾസ്. ഇനി കുട്ടികളുണ്ട്. നമ്മൾ 1 ഇയർ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കുട്ടികൾ എന്ന് പറയുമ്പോൾ 1 ഇയർ തൊട്ട് 6 ഇയേഴ്സ് വരെയൊക്കെയുള്ളതാണ്. എന്നാൽ ബോയ്സ് എന്ന് പറയുമ്പോൾ എല്ലാ ഏജിനും ഉണ്ട് അല്ലേ? ഇതൊക്കെ നമുക്ക് നേരത്തെ കാണിച്ച ജീൻസിന്റെ തന്നെ ഡിഫറെന്റ് സൈസസ് വരുന്നത് കുട്ടികളുടെ. നമുക്ക് മെയിൻ ആയിട്ട് അതോ ഇങ്ങനെ ഓടിപ്പിച്ചു പോവാം. കാരണം ഇതിനെ കുറിച്ച് കിഡ്സിനെ കുറിച്ച് എന്താ പറയാ, എത്ര സൈസ് വരെ എങ്ങനെയാണ് ഇതൊക്കെ? ഡെനിമിന്റെ അടിപൊളി. ഇത് കണ്ട അടിപൊളി വിത്ത് ജാക്കറ്റ് അടക്കം വരുന്നത് അല്ലേ? ഓക്കെ. ഇതൊക്കെ ഇട്ട് പിള്ളേര് അല്ല, ഇതൊക്കെ ഇട്ടിട്ട് പിള്ളേര് ആ ഒരു അവിടുത്തെ ഇമ്പോർട്ടൻറ്റ് ഷൂ കൂടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഫ്ലാറ്റ്. നമ്മുടെ പിള്ളേരാണോന്ന് പോലും നമുക്ക് തെറ്റിപ്പോകും. ഇതിന് മെറ്റീരിയൽ തന്നെ ഇത് നമുക്ക് കിഡ്സിന്റെ ഒക്കെ സ്റ്റാർട്ടിംഗ് ഒക്കെ എത്ര വരും? നോർമൽ സ്റ്റാർട്ടിങ് വരുന്നത് അത് നമുക്ക് പറയാൻ പറ്റില്ല. അത് വന്ന് നോക്കാം. അപ്പോഴാണ് ബഡ്ജറ്റ് ആണ്, എല്ലാം നോർമൽ ബഡ്ജറ്റിലാണ് നമ്മ ഇതാക്കിയത്. എന്നുവെച്ചാൽ റേറ്റ് പറയാൻ പറ്റാത്തതിന്റെ മെയിൻ റീസൺ ഒന്നാമത്തെ ഇവിടെ ഇരിക്കുന്ന ഐറ്റം ഇവിടെ നാളെ കാണൂല, പിന്നെ പുതിയതായിരിക്കും കാണാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ നോക്കിയാൽ നമുക്ക് കിഡ്സിൻ്റെ ഒരു സെക്ഷനിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഷർട്ട്സും 2 പീസും അങ്ങനെയൊക്കെ ആയിട്ടുള്ള വെറൈറ്റീസ് ആണ്. ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ടീഷർട്ട്സിൻ്റെ ഒരു വെറൈറ്റി കേട്ടോ. ടീഷർട്ട്സ് എന്ന് പറയുമ്പോൾ എല്ലാ ഏജിൻ്റെയും അതുപോലെ നല്ല ക്വാളിറ്റി ഉള്ളതും. ഇത് 2 പീസ് ആണോ? അല്ലല്ലേ? ഓക്കെ, നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ഇത് ആക്ച്വലി ഇതിന്റെ കൂടെ ഇങ്ങനെ അറ്റാച്ച്ഡ് ആണ് കേട്ടോ. കാണുമ്പോ ഇങ്ങനെ ഇത് പെൺകുട്ടികളുടെ പെൺകുട്ടികൾ മാത്രമേ ഗേൾസിനോട് യൂണിക്സ് അതാണ്. അപ്പൊ പെൺകുട്ടി ആയാലും ആൺകുട്ടിക്ക് ആയാലും നല്ല വെറൈറ്റീസ് ഉണ്ട് ഇവിടെ. പിന്നെ ഇതും ഇവിടെയും ഉണ്ടല്ലേ. ഈ ഒരു സെക്ഷൻ വിട്ടുപോകണ്ട. ഇങ്ങനെ ഇങ്ങോട്ട് വരൂ. അപ്പോൾ ഈ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ബോയ്സിൻ്റെ തന്നെ ഒരു 6 ഏജ് വരെയൊക്കെ എന്തായാലും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ പറയാനുള്ളത് നമുക്ക് ഈ ഒരു ചെരുപ്പ് ഫുട്വെയർസിനെ കുറിച്ചിട്ട്. ഇത് ഇമ്പോർട്ടഡ് ആണ് കേട്ടോ ഈ ഇരിക്കുന്ന ഷൂസ് അല്ലേ? ഇമ്പോർട്ടഡ് ആണ്. അതും 6 ഇയേഴ്സ് വരേക്കും നമുക്ക് ഷൂസിൻ്റെ വെറൈറ്റീസ് ഉണ്ട്. നമ്മുടെ കുട്ടികളുടെ ഏജ് അനുസരിച്ചിട്ട് എടുക്കാം. ഇനി ഇവിടെ എന്താ പറയുക, നമ്മൾ എല്ലാ കുട്ടികളുടെ അമ്മമാർക്ക് ഒരു സ്വഭാവം ഉണ്ട്. ആ സ്വഭാവം എനിക്കും ഉണ്ട്. നമ്മൾ കുട്ടികളുടെ ഏജിനേക്കാൾ 1 വയസ്സ് കൂടുതൽ എടുക്കും. ഇത് സത്യമല്ലേ? പക്ഷെ അങ്ങനെ എടുത്താൽ കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് ഇടാനും പറ്റില്ല. അത് ഇരുന്നിരുന്നിരുന്ന് നാശമായി പോകും. അപ്പൊ അവനവന്റെ സൈസിനുള്ളത് നോക്കി എടുക്കാം. ബൂട്ട്സ് ബൂട്ട്സ് ഈ ഒരു സെക്ഷൻ കണ്ട. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ നല്ല മോഡൽസ്, നല്ല വെറൈറ്റീസ് ഉണ്ട്. കുറച്ച് ഡിഫറെന്റ് നമ്മുടെ കുട്ടികളെ ഒരു ഡിഫറെന്റ് ഒന്ന് ആഗ്രഹിക്കുന്ന ലുക്കില് എല്ലാം കൂടി എത്തിക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ പറയുന്നത്. അപ്പൊ ഡെസ്റ്റിനേഷനിൽ തന്നെ
കുട്ടികളുടെ ഇപ്പുറത്തെ സൈഡിലും കുട്ടികളുടെ കളക്ഷൻ തന്നെയാണ് കേട്ടോ ഇത്. അതെ, ഒന്ന് കൊതിക്കണ ഒരു മോഡൽ, കൊതിക്കുന്ന ഒരു ഡിസൈൻസ്, കൊതിക്കുന്ന ഒരു പാറ്റേൺ, അങ്ങനെ വെറൈറ്റീസ് ആണ് ഇവിടുത്തെ ഇരിക്കുന്നത്. ഓരോരോ ടോപ്പായാലും അല്ലെങ്കിൽ ഓരോരോ ഇപ്പോൾ ഈ പിൻട്രസ്റ്റ് എന്നൊക്കെ പറയുന്നത് സംഭവം നമ്മൾ വലിയവരുടെ പറയില്ല, ആ വലിയവരുടെ തന്നെ നമുക്ക് കുട്ടികളുടെയും വരുന്നുണ്ട്. ഇതൊക്കെ 2 പീസിൻ്റെ വരുന്നത് അല്ലേ. സൈസ് വരുമ്പോൾ നമുക്ക് എത്ര സൈസ് തൊട്ട് 18 തൊട്ട് 18, 20, 22, 24 വരെ ഇപ്പോൾ ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. ഇത് നോക്കിയത് ഫുൾ വാവ്, ഇതൊക്കെ ഇട്ട കുട്ടികള് എങ്ങനെ അല്ലേ, ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ഇത്. അതെ അതെ അതെ, അടിപൊളി, ഒരു രക്ഷയില്ല കേട്ടോ. എന്തായാലും ഇഷ്ടപ്പെട്ടു മൊത്തത്തില്. അപ്പൊ നമുക്ക് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞാൽ അവസാനിപ്പിച്ചാൽ ആക്ച്വലി സമയം ഇങ്ങനെ പോയി ഇങ്ങനെ നിൽക്കും. എന്തായാലും നമുക്ക് ആ ഒരു ജെൻസിന്റെ സെക്ഷനിലേക്ക് പോകാം. എന്തായാലും നമ്മുടെ മുതലാളി എവിടെ പോയി? നമ്മുടെ ശരിക്കും മുതലാളി, നിങ്ങളുടെയൊക്കെ ഭർത്താക്കന്മാര് ശരിക്കും മുതലാളിനെ നമുക്ക് കാണാം. അവിടെ ഉണ്ടായിരുന്നോ? ഹായ്, ഞാൻ ഇതൊന്ന് വെച്ചോട്ടെ. നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ ഒന്ന് പറയാൻ വേണ്ടി പേര് ഒന്ന് പരിചയപ്പെടുത്തിക്കോ. എന്റെ പേര് ഫർസാദ്. നമ്മുടെ ഷോപ്പിന്റെ ഓണർ, ഡെസ്റ്റിനേഷൻ ഉള്ളി. നമ്മുടെ അളിയൻസ് എവിടെ പോയി? അളിയൻസ് ഡ്രസ് മാറിയപ്പോഴേക്കും അളിയ വായോ വാ, എല്ലാരും വാ. നമുക്ക് എന്തായാലും ലൊക്കേഷൻ ഒന്ന് പറയണ്ടേ? അളിയോ, നമുക്ക് അളിയന് മാത്രം വേണ്ടോ? ഫോണൊക്കെ പിന്നെ അപ്പൊ കറക്റ്റ് നമ്മുടെ ലൊക്കേഷൻ എങ്ങനെയാ? ലൊക്കേഷൻ അരൂരാണ് ലൊക്കേഷൻ. അരൂർ എന്ന് പറയുമ്പോ ആലപ്പുഴ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ടും ഇല്ലാത്ത അവസ്ഥ ആണ് നിക്കണത്. പില്ലർ നമ്പർ 21 ആണ് വരുന്നത്. ശരിക്കും എറണാകുളം ഭാഗത്തല്ല ശരിക്കും പില്ലർ നമ്പർ എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ ഈ പണി നടക്കുന്നത് കൊണ്ട് ഞങ്ങൾക്കും പില്ലർ നമ്പർ ആയത് അത് അധികാരത്തോടു കൂടി പ്രൗഡോട് കൂടിയിട്ടാണ് പറയുന്നത്. അപ്പൊ കറക്റ്റ് നമ്മൾ നിൽക്കുന്നത് ആലപ്പുഴ അരൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇത് കൂടാണ്ട് ആലപ്പുഴയില് തന്നെ വേറൊരു സെയിം പേരിൽ തന്നെയാണ്. അവിടെ എന്താ ഐറ്റം മെയിൻ ആയിട്ട് വരുന്നത്? ലേഡീസ് ഇല്ല, മെൻസ് മാത്രമേ. മെൻസ് വരാം. പക്ഷെ ലേഡീസിന്റെ ഐറ്റം ആണെങ്കിൽ ഇവിടെ ഇനിയിപ്പോ നിങ്ങൾക്ക് അതൊന്നും വേണം, നിങ്ങൾക്ക് അവിടേക്ക് തന്നെ എത്തിക്കണം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് വീഡിയോ കോൾ ത്രൂ ആയാലും ഇപ്പൊ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, വിളിച്ച് ചോദിക്കുക. അപ്പൊ നേരിട്ട് വരാൻ പറ്റാത്തവർക്കാണെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നേരിട്ട് വരാണെങ്കിൽ ഒരെണ്ണത്തിന് പകരം കൂടുതൽ എടുക്കും, അതാണ്. അപ്പൊ നേരിട്ട് വരാം. 9 മണി തൊട്ട് 9:30 വരെ അങ്ങനെയല്ല സമയം. അവിടെ ആ ഒരു സമയം എല്ലായിടത്തും അതാണ് സമയം. സീസൺ ആകുമ്പോ അങ്ങനെ ഒരു പ്രശ്നം. പിന്നെ മാർക്കറ്റിൽ ഒരു 10-20 വർഷത്തിന്റെ അടുത്തേക്ക് അയച്ചിട്ടുണ്ട്. അപ്പൊ മെറ്റീരിയലിനെ കുറിച്ചിട്ട് നന്നായിട്ട് ഇവർ അറിയാൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വരിക. പിന്നെ ഇവർക്ക് തന്നെ ഇവരൊക്കെ കാണുമ്പോ കൊച്ചു പിള്ളേർ, ഇതിലിപ്പോ ഞാൻ മാത്രം തള്ളച്ചായിട്ട് നിൽക്കണുള്ളൂ. എന്നാലും ഇവരെല്ലാരും കൂടി അനുഗ്രഹിക്കുക. അയ്യോ അത് കേട്ടില്ലേ, ഒരു മൈക്കിൽ പറയട്ടെ. അയ്യോ മൈക്ക് നമ്മുടെ ഡ്രസ് ഇട്ട തള്ളച്ചല്ലോ, യങ്ങായില്ല. അപ്പൊ ഇവരുടെ കൂട്ടത്തിലപ്പൊ എന്നെയും പെടുത്താന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും അനുഗ്രഹം ഇവർക്ക് വേണം. അതുപോലെ തന്നെ പെരുന്നാൾ സീസൺ ആണ്, അടിച്ചു പൊളിക്കുക പുതിയ പുതിയ ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ട്. അപ്പൊ നിങ്ങളുടെ ഭാര്യമാര് ഇതൊക്കെയാണ്, ഒന്ന് അടുത്തേക്ക് നിൽക്കൂ കാണാൻ വേണ്ടി. ചെല്ല്, ഇതിലിപ്പോ അളിയൻസ് മാത്രം ഒറ്റയ്ക്കായി, ഞാനുണ്ട് കൂട്ടാളിയാ സെറ്റ്. അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.